സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ഇസ്ലാം സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മതം. ഇസ്ലാമിനെക്കുറിച്ച് നാം കേൾക്കുന്നത് ഇത് എത്രമാത്രം ശരിയാണ്? ഈ പ്രചരണങ്ങൾക്കു പിന്നിലുള്ള വസ്തുതയെന്ത്? ഇസ്ലാമിനെക്കുറിച്ച് സംശയങ്ങൾക്ക് മറുപടി, വിമർശനങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന, ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ. ഇസ്ലാമിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ദൃശ്യവിരുന്ന്. ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സംരംഭം സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في അന്ധവിശ്വാസാനാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം ഇത്തിഹാദ് ശുബ്ഹാനിൽ മുജാഹിദീൻ ISM. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭം സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين ولو شئنا لرفعناه بها ولكنه أخلد إلى الأرض واتبع هواه فمثله كمثل الكلب إن تحمل عليه يلهث أو تتركه يلهث ذلك مثل القوم الذين كذبوا بآياتنا فاقصص القصص لعلهم يتفكرون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد
كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. حق الشفاعة للرسول مسلم في يوم حشر الشيب والشبعان من بعد إذن الله يشفع أحمد والخلق في ذاك المقام يعاني. هذا مقام الحمد ليس لغيره وله الوسيلة منزل الخلان لكنه في القبر ليس بمالك نفعا لإنسي ولا للجان. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലുമുള്ള സഹോദരീ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നമ്മുടെ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണ പരിപാടിയുടെ സമാപനം കുറിക്കുന്ന ദിവസമാണ് ഇന്ന്. ഏതാനും പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട് എന്നതിനാൽ ആമുഖമായി കൂടുതൽ സംസാരിക്കുന്നില്ല. കഴിഞ്ഞ 3 ദിവസങ്ങളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ തുടർച്ചയെന്നോണം ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും, അസത്യം മനസ്സിലാക്കാനും ആ അസത്യത്തെ തിരിച്ചറിഞ്ഞ് അവയെ വർജിക്കാനും സർവ്വവിധ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മുജാഹിദുകളെ സംബന്ധിച്ച് പറയുന്ന ആരോപണങ്ങളിൽ വളരെ പ്രധാനമായി ഇവിടെ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു കാര്യം, മുജാഹിദുകൾ ഏതു പ്രദേശങ്ങളിലും ഐക്യം തകർക്കുന്നവരാണ് എന്നാണ്. കേരള ചരിത്രം അറിയാവുന്ന ഏതൊരു മനുഷ്യനും അറിയാം, കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം അനൈക്യമുണ്ടാക്കിയവരല്ല. അനൈക്യത്തിൽ നീങ്ങിയിരുന്ന പല പ്രദേശങ്ങളിലെയും പല രൂപത്തിലുള്ള ചേരിതിരിവുകളും നിലനിന്നിരുന്ന പ്രദേശങ്ങളിൽ ഐക്യത്തിന്റെ സന്ദേശവുമായി ഐക്യസംഘം എന്ന പേരിൽ തുടക്കം കുറിച്ച മഹനീയമായ ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ
പിന്തുടർച്ചയാണ് ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനം. ആദ്യമായി എല്ലാവരും അറിയേണ്ടുന്നൊരു പ്രധാനപ്പെട്ട വസ്തുത, ആദ്യം ഈ കേരളത്തിലുണ്ടായ മതസംഘടന ഏതാണ് എന്നാണ്. പലരും പറയുന്നു മുജാഹിദുകൾ പുതിയവരാണ്, അവര് പുതിയ പ്രസ്ഥാനക്കാരാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. വാസ്തവത്തിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ടത്, കേരളത്തിൽ ആദ്യമായി രൂപീകരിച്ച പണ്ഡിത സംഘടന, ഇന്നും കേരള നദുവത്തുൽ മുജാഹിദീനിന് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അതിന്റെ പണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഈ കേരള ജംഇയ്യത്തുൽ ഉലമ ആദ്യമായി കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മറ്റു യാതൊരു മതസംഘടനകളും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് തർക്കമില്ലാത്ത വസ്തുതയാണ്. KJU എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ രൂപീകരണത്തിന്റെ ശേഷം അതിൽ ഒരുമിച്ച് നിന്നിരുന്ന പല ആളുകളും കുറച്ചുകാലം കഴിഞ്ഞപ്പോ അവരിതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഓരോ സംഘടനകളായി പിരിഞ്ഞുപോയി. അങ്ങനെ ഒന്നിച്ച് ഈ മുസ്ലിം കേരളത്തിന്റെ സർവതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള ജനങ്ങളുടെയും പിന്തുണയോടുകൂടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആദർശ പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട്, ആ പ്രസ്ഥാനത്തെ നെടുകെ പിളർത്തിക്കൊണ്ട് ഒരു വിഭാഗം ആളുകൾ ആദ്യമായി തന്നെ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് പിരിഞ്ഞുപോയി. അങ്ങനെ അവർക്കും കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടി അവർ പ്രവർത്തിച്ചപ്പോൾ, നിലവിൽ ഒരു സംഘടനയുണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ആ പേര് ലഭിക്കില്ല എന്ന് വന്നപ്പോൾ, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ സംഘടനയുടെ തലപ്പത്ത് സമസ്ത എന്ന് എഴുതി ചേർത്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ രൂപീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. സുഹൃത്തുക്കളെ, കേരളത്തിൽ സംഘടന എന്ന നിലക്ക് ആദ്യമായി രൂപീകരിക്കപ്പെട്ട മതസംഘടന ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതൊരു സംഘടന എന്ന നിലക്കാണ് ഞാൻ പറഞ്ഞത്. അതേ അവസരത്തിൽ ഈ ആശയം അല്ലാഹുവിന്റെ പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ട ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ഒരു സംഘടനയില്ലാതെയായപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്നുകൊണ്ട് രൂപീകരിച്ച സംഘടനയായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമ. പിന്നീട് അതിൽ നിന്ന് പല മുസ്ലിയാക്കന്മാരും പിരിഞ്ഞുപോയി വേറെ സംഘടനയുണ്ടാക്കി. ഈ ചരിത്രം അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരെ പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്, മുജാഹിദുകൾ പുതിയവരാണ്. വാസ്തവത്തിൽ കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ പണ്ഡിത സംഘടന കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പിന്നെ അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടായി. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വെള്ളിയാഴ്ചയിലെ ജുമുഅ ഖുത്ബയിൽ മൈക്ക് ഉപയോഗിക്കാമോ ഇല്ലേ തുടങ്ങിയ പല പ്രശ്നങ്ങളുടെയും പേരിൽ അവരിൽ നിന്ന് പിരിഞ്ഞ് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടായി. വീണ്ടും അതിൽ നിന്ന് പിരിഞ്ഞ് ജംഇയ്യത്തുൽ ഉലമ ഇസ്സുന്നി എന്ന പേരിൽ ഇസ്സുന്നികളുണ്ടായി. അഖില കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആളുകളുണ്ടായി. അങ്ങനെ പലരും പറഞ്ഞുപോയി. അപ്പോഴും കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെതായ നിലയിൽ ഉറച്ചു നിന്നു. പിന്നീട് 40കളിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പുറത്തുപോയി ഇതിൽ നിന്ന്. അങ്ങനെ പലരും ഇതിൽ നിന്ന് ഓരോ ഘട്ടങ്ങളിലായി പോയി 2000-ൽ ചില കൂട്ടർ പുറത്തുപോയി. അങ്ങനെ അവരും വേറെ രൂപത്തിലുള്ള പ്രവർത്തന ശൈലിയും രൂപവുമായി മുന്നോട്ട് പോയി. മുമ്പ് രൂപീകരിച്ച അതേ കേരള ജംഇയ്യത്തുൽ ഉലമ
അതിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്നും നിലനിൽക്കുകയാണ്. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പ്രവർത്തനം ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയാണ് ഇത് പിളർപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഛിദ്രതയുണ്ടാക്കുന്ന മഹലിലെ ഐക്യത്തെ തകർക്കുന്ന കക്ഷികളാണ് എന്ന്. അതുകൊണ്ട് ഈ ഉള്ളവൻ കഴിഞ്ഞ പ്രസംഗങ്ങളിൽ സൂചിപ്പിച്ചിരുന്നു, ഈ നാദാപുരം പ്രദേശത്തടക്കം എവിടെയും മുജാഹിദുകൾ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. കുഴപ്പങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി ആശയാദർശങ്ങളിൽ വ്യത്യാസങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് പലരും പല ചേരികളിലായി പ്രവർത്തിക്കുമ്പോൾ ഓരോ വിഭാഗത്തിനും അവർക്ക് മനസ്സിലാകാവുന്ന അംഗീകരിക്കാവുന്ന ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ടുള്ള മസ്ജിദുകൾ വേണം. ആ നിലക്ക് ഒരു കുഴപ്പത്തിനും ആരോടും നിൽക്കാതെ മുജാഹിദുകൾ നാദാപുരത്തും പള്ളിയുണ്ടാക്കി. ഇതിലെവിടെയാണ് അനൈക്യമുണ്ടാക്കിയത്, ഇതിലെവിടെയാണ് കലാപമുള്ളത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ കഴിഞ്ഞ പ്രസംഗത്തിൽ പേരോട് മുസ്ലിയാർ പറയുന്നു, ഞാനൊന്ന് ചോദിച്ചിരുന്നു, ഇവിടെ ഈ പള്ളികളൊക്കെയുള്ളപ്പോ എന്തിനാണ് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഒരു പള്ളി ഉണ്ടാക്കിയത്? അപ്പൊ അത് അദ്ദേഹത്തിന് വല്ലാതെ ചൊടിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ പ്രസംഗങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പള്ളി ഉണ്ടാക്കിനാ ദേഷ്യം, ഞാൻ പള്ളി ഉണ്ടാക്കി, നിങ്ങൾക്ക് എന്താ ഛേദം, നിങ്ങളെ കാശുകൊണ്ടിട്ടേണോ എന്നൊക്കെ ചോദിച്ചുള്ള പ്രസംഗങ്ങളാണ് ഉണ്ടായത്. നിങ്ങൾ ആരുടെ കാശുകൊണ്ട് കഴിച്ചാലും നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ നമുക്ക് അറിയാനുള്ളത്, ഒരേ ആദർശത്തിലുള്ള പള്ളികൾ ഉണ്ടായപ്പോ നിങ്ങൾ എന്തിന് വേറെ പള്ളി ഉണ്ടാക്കി എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറഞ്ഞതെന്താണെന്നറിയോ? നിങ്ങളുടെ മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഈ നാട്ടുകാരോട്, ഞാനിവിടെ പള്ളി ഉണ്ടാക്കിയത് പാർക്കിംഗ് സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. പാർക്കിംഗ് സൗകര്യത്തിനാണല്ലോ വേറെ പള്ളി ഉണ്ടാക്കിയത്. ഇവിടെ ആകെയുള്ളത് പാർക്കിംഗ് സൗകര്യം ഉള്ളത് മുജാഹിദിന്റെ പള്ളിയിലാണ്. അപ്പൊ മുജാഹിദിന്റെ പള്ളിയിൽ ആ പാർക്കിംഗ് സൗകര്യം എന്ന് കണ്ട് ആളുകൾ അതിൽ കയറിയിട്ട് ജുമാ ബാത്തിലാവും. എന്നാൽ ആളുകളുടെ ജുമാ ബാത്തിലാകാതെ ഇവിടെ മറ്റു പള്ളികളോട് നമുക്ക് യാതൊരു വിരോധമില്ല, തർക്കമില്ല, ഒന്നുമില്ല. ആ പള്ളികൾക്കൊന്നും വണ്ടി നിർത്തിയിട്ട് കയറാൻ ഇവിടെ പുത്തൻ പള്ളിയിലേക്ക് പോകാൻ സൗകര്യമില്ല. മറ്റു പല പള്ളികളുടെയും പേര് അദ്ദേഹം പറഞ്ഞു, ഏൽക്കൊന്നും സൗകര്യമില്ല. ആകെ പാർക്കിങ്ങിന് സൗകര്യമുള്ളത് ഇപ്പൊ ഇവിടെ ഉള്ളൂ. അതിനാ ഞാൻ പള്ളി ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് എന്താ ചെയ്ത്, നിങ്ങൾ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് അതാദ്യം ഒന്ന് മനസ്സിലാക്കി തരണമല്ലോ, ഇന്നാട്ടുകാർക്ക് അറിയണമല്ലോ പാർക്കിങ്ങിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ആ പാർക്കിങ്ങിനാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് അദ്ദേഹം തന്നെ പറയുന്നത് ആദ്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ബാക്കി ഇൻഷാ അല്ലാഹ് താൻ വിശദീകരിക്കുന്നു. എന്റെ പേരോടിനോട് ചോദ്യം, ഇവിടെ നിന്ന് പള്ളി ഉണ്ടാക്കി പറയാൻ മറുപടി കേട്ടോളൂ. നാദാപുരത്ത് പുത്തൻ പള്ളിയുടെ സമീപത്ത് ഒരു കാറ് നിർത്തി ജീപ്പ് നിർത്തിയിട്ട് നിസ്കരിക്കാനുള്ള സൗകര്യം റോട്ടുമ്മലുണ്ടോ? നാദാപുരം ജുമാഅത്ത് പള്ളിന്റെ മുമ്പിൽ റോട്ടുമ്മൽ എന്തെങ്കിലും ഒരു വാഹനം നിർത്തി പള്ളി കയറാൻ പറ്റുമോ? പിന്നെ പറ്റുന്ന സ്ഥലം ഉള്ളത് എവിടെയാ? നിങ്ങളെ മുസ്ലിം കെടുക്കല് ആ ഭാഗത്ത് കുറച്ച് റോഡ് വിശാലത ഉണ്ട്. അപ്പൊ വാഹനമുള്ള ഓരോ സാധാരണക്കാർ അവർക്ക് ഇതിന്റെ ഖുത്ബ ബാത്തിലാണ് ജുമാ ബാത്തിലാണെന്നും അറിയില്ലല്ലോ. അവര് മനസ്സിലാക്കുന്നത് എന്താ ഇപ്പൊ കൈ ഇവിടെ കെട്ടുന്നത് കുറച്ച് മേലെയാവുന്നല്ലാതെ ഇതിൽ കവി സാധാരണക്കാർക്ക് അറിയോ? ഈ സാധാരണക്കാര് വണ്ടിയും കൊണ്ടുവന്ന് ആ വിശാലമായ റോട്ടുമ്മൽ വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ കൂടെ കയറിയിട്ട് ബിസ്മില്ലാത്ത ഫാത്തിഹ, ഒന്നുമില്ലാത്ത നിസ്കാരം, ഫർള് മാറ്റുന്ന നിസ്കാരം ഞാൻ കാണിച്ചില്ലേ, നിയ്യത്തില്ലാത്ത നിസ്കാരം, അതിനെ തുടർന്നിട്ട് ഈ നാട്ടിലെ വണ്ടിയോടുകൂടി അന്യനാട്ടിൽ നിന്ന് വരുന്നവരും ഇന്നാട്ടുകാര് തന്നെയായ സാധാരണക്കാരും അവരെ ജുമയും ജമാഅത്തും ബാത്തിലാക്കുന്നത് കണ്ടതുകൊണ്ട് ആളുകൾക്ക് വണ്ടി നിർത്തി നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ വേണ്ടി തന്നെയാണ് പേരോടി പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. കേട്ടില്ലേ? പള്ളി ഉണ്ടാക്കിയത് പാർക്കിങ്ങിനാ. പിന്നെ എത്ര കഷ്ടപ്പെട്ട് ഗൾഫിൽ വന്ന് പിരിച്ചു പള്ളി ഉണ്ടാക്കണോ? ഈ പള്ളി ഉണ്ടാക്കുന്നതിന്റെ ഒരു 2% കാശ് കൊണ്ട് നാദാപുരത്തുള്ള വലിയ ജുമാഅത്ത് പള്ളിയുടെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള പുത്തൻ പള്ളിയുടെയോ സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു പാർക്കിങ്ങിന് ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കൂടായിരുന്നോ പേരോടെ? എന്നിട്ട് ആ പാർക്കിംഗ് പ്രശ്നം പരിഹരിച്ചുകൂടായിരുന്നോ? എന്തിന് നിങ്ങൾ വേറൊന്ന് ഭിന്നിപ്പിച്ചുണ്ടാക്കി? അപ്പൊ നിങ്ങളുടെ ഉള്ളുകള്ളി ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ നന്നായും അറിയാം. എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്നറിയോ? നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ കേട്ടാൽ എന്താ തോന്നുകയെന്നറിയോ? പള്ളി ഉണ്ടാക്കിയത് സാധു എന്തിനാണ്? പാർക്കിങ്ങിന്റെ സൗകര്യമില്ല, അപ്പൊ ആളുകൾക്കൊക്കെ വണ്ടി നിർത്തി കയറാനൊരു സൗകര്യം. ആശയതലത്തിൽ നിങ്ങൾക്കൊരു ഭിന്നതയില്ല അല്ലേ? അല്ലേ? എന്താ കൃത്യമായിട്ട് പറഞ്ഞതെന്നറിയോ? മൂപ്പര് തന്നെ പറഞ്ഞത്. ഇവിടെ അത് പറയാൻ പാടില്ലല്ലോ. ഇവിടെ ആളുകളൊക്കെ, ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കീഴന ഓരോന്നിനും പറയുമ്പോഴേക്ക് മൂപ്പർക്ക് ഇങ്ങനെ വല്ലാത്തൊരു സ്നേഹമാണ്.
ഷംസുൽ ഉലമ എന്ന് പറഞ്ഞിട്ടാണ് EK അബൂബക്കർ മുസ്ലിയാരെ പേര് പറയുന്നത്. കണ്ണിയത്തിന്റെ ഒക്കെ പേര് പറയുമ്പോ വികാര നിർഭരനാകുന്നുണ്ട്. അതൊക്കെ ക്ഷുബ്ധമായ കാപട്യമാണ്. നിങ്ങൾ പലപ്പോഴും ഇവിടെ ചോദിച്ചു, നിങ്ങളുടെ പ്രസംഗങ്ങളിൽ നിന്ന് ഞങ്ങൾ കേട്ടു, പേരോട് കണ്ണിയത്തിനെ കുറ്റം പറഞ്ഞത്, പേരോട് കീഴനെ കുറ്റം പറഞ്ഞത്, പേരോട് അബൂബക്കർ മുസ്ലിയാരെ കുറ്റം പറഞ്ഞത് കാണിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയോന്ന്. എന്തിനാ നിങ്ങൾ പറഞ്ഞത് കാണിക്കുന്നത്? നിങ്ങൾ പറഞ്ഞതും വേണമെങ്കിലുണ്ട്, നിങ്ങൾ പറഞ്ഞതും വേണമെങ്കിലുണ്ട്. എന്നാൽ അതിന്റെ മുമ്പേ പറയട്ടെ, എന്ത്? നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് വെറും ഒരു പേരോട്ട അബ്ദുറഹ്മാനായിട്ടല്ല. നിങ്ങൾ SYSന്റെ പ്രതിനിധിയാണ് അല്ലേ? നിങ്ങൾ SYSന്റെ പ്രതിനിധിയല്ലേ? ഈ സമസ്തയുടെ പ്രതിനിധിയായിട്ടല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? ആ നിങ്ങൾക്ക് ബാധകമല്ലേ നിങ്ങളുടെ സുന്നി യുവജന സംഘത്തിന്റെ പ്രസിദ്ധീകരണങ്ങളിൽ നിങ്ങൾ ചീത്ത വിളിച്ചിട്ടുള്ള ചീത്തകൾ നിങ്ങൾക്ക് കൂടി ബാധകമാണ്. നിങ്ങൾ നിങ്ങളെ കാര്യം പറയുമ്പോ പറയും, ഞാൻ പറഞ്ഞത് കാണിക്കാൻ പറ്റുമോ, ഞാൻ പറഞ്ഞത് കാണിക്കാൻ പറ്റുമോ, ഓഫീസിലിരിക്കുന്നത് ഞാനോ കാന്തപുരമോ അല്ല എന്ന് നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോ നിങ്ങൾ പറയും. അതേ അവസരത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളിടത്ത് നിങ്ങൾ എന്നോട് ചോദിക്കും, ഇസ്ലാഹിൽ അങ്ങനല്ലേ, അൽമനാറിൽ ഇങ്ങനല്ലേ, അതല്ലെങ്കിൽ വിചിന്തനത്തിൽ ഇങ്ങനല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാറുണ്ട്. വിചിന്തനത്തിന്റെ ഓഫീസിൽ ഇരിക്കുന്നത് ഞാനാണോ? അൽമനാറിന്റെ ഓഫീസിൽ ഇരിക്കുന്നത് ഞാനാണോ? എന്തേ നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുമ്പോ സുന്നി വോയിസിൽ അങ്ങനല്ലേ, സുന്നത്തിൽ അങ്ങനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ നിങ്ങൾ പറയും, അവിടെ ഒന്നും ഇരിക്കുന്നത് ഞാനല്ല, ഞാനോ കാന്തപുര ഉസ്താദോ അല്ല, മുപ്പരും കാന്തപുര ഉസ്താദോ മാത്രമേ ഒരു സുന്നിയുള്ളൂ, വേറുള്ളവരൊക്കെ ധീര് തിരിയാത്ത പൊട്ടന്മാരാ അതിന്റെ അകത്തുള്ളവർ മുഴുവൻ. അന്നലെ കേൾപ്പിച്ചു അല്ലേ? അപ്പൊ ആ നിലക്ക് അങ്ങോട്ട് ചോദിക്കുമ്പോ ഈ ഉത്തരം പറയുകയും തിരിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കാം. കേട്ടാ തോന്നും അൽമനാറിൽ ഞാനായിരിക്കുന്നത്, കേട്ടാ തോന്നും ഈ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകം എഴുതിയത് ഞാനാണ്, കേട്ടാ തോന്നും മുക്തിമാർഗം എന്ന പുസ്തകം എഴുതിയത് ഞാനാണ്. അപ്പൊ അവനവന്റെ കാര്യം വരുമ്പോ വേറൊരു രൂപത്തിൽ പറയുകയും ഏതെങ്കിലും പ്രശ്നത്തിൽ ഉത്തരം മുട്ടുന്നു എന്ന് വരുമ്പോൾ കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന സ്വഭാവം അത് വേണ്ട. അവിടെ നിങ്ങളുടെ ഉള്ളിലിരിപ്പൊന്ന് മനസ്സിലാക്കി തരാം. എന്താ നിങ്ങൾ ഇവിടെ പള്ളി ഉണ്ടാക്കിയത്? നിങ്ങൾ നാദാപുരത്തുള്ള ജുമയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആക്ഷേപമില്ലേ? ഉണ്ട്. കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ ഉണ്ടായിരുന്ന സമയത്തും നടന്നിരുന്ന ജുമയെ പറ്റി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലേ? അതുണ്ട്, നിങ്ങൾക്കത് ഇല്ല എന്ന് പറഞ്ഞ് കാപട്യം കാണിക്കേണ്ടതില്ല. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് ഞങ്ങൾ ഇവിടെ ജനങ്ങളെ കേൾപ്പിക്കുകയാണ്. എന്താ നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ ഈ വാക്ക് മാറ്റി പറയാൻ കഴിയുന്നു? നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു, വെള്ളിയാഴ്ച ജുമാ ഖുത്ബ കേൾക്കുന്നത് വലിയൊരു പുണ്യകർമ്മമാണ്. അത് കേൾക്കാൻ അവസരമില്ലാത്ത എന്ത് ജുമയാണെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മളെ ഇവിടുത്തെ ജുമ, ഞാനത് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഖുത്ബ കേൾക്കുന്ന ജുമയാണ്. ഖുത്ബ കേൾക്കാൻ തന്നെ വലിയൊരു സൽക്കർമാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ അത്യാവശ്യമാണ് ഖുത്ബ കേൾക്കലുക. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈ, ഒക്കെ നിർത്തിയിട്ട് നിങ്ങൾ ഖുത്ബക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? എന്തിനാണത്? ഇദാ ഖുരിയൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ എന്ന ആയത്തിന്റെ തഫ്സീർ വരെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറയുന്നു ഖുത്ബയാണ് ഉദ്ദേശം. അപ്പൊ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. അപ്പൊ ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക. ലോകൊട്ടാകുള്ള മുസ്ലിമുകൾ ഖുത്ബ കേൾക്കുന്നുണ്ട്, നാദാവത്ത് മാത്രമേ ഖുത്ബ കേൾക്കാണ്ടുള്ളൂ. അപ്പൊ ഖുത്ബ കേൾക്കുക. ചിലര് പറയുന്ന 40 ആള് കേട്ടാ മതി എന്ന് കിതാബിലേതാ. ഈ ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാണ് എല്ലാ അബദ്ധവും. ഫിഖ്ഹിന്റെ കിതാബ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ മറക്കും. എന്താ പറഞ്ഞറിയോ? ചിലര് പറയുന്നു ഫിഖ്ഹിന്റെ കിതാബിൽ അങ്ങനെ ഉണ്ട്. അത് ശരിക്കും പഠിക്കാത്തോണ്ട് തിരിയാത്തോണ്ടാണ് നാ പറഞ്ഞത്. ആരായി പറഞ്ഞതെന്നറിയോ? ആരായി പറഞ്ഞത്? ശംസുൽ ഉലമ എന്ന് ഇയാൾ ഇവിടെ ഇങ്ങനെ വന്ന് കീഴനോറ് എന്ന് പറഞ്ഞില്ലേ? ആ കീഴനോറും സദഖത്തുള്ള മൗലവി അടക്കമുള്ള ആളുകളുടെ ആശയമാണെന്ത്? ജുമാ ഖുത്ബ ആളുകളെ കേൾപ്പിച്ചു കൊള്ളണമെന്നില്ല. അത് മൈക്കയിൽ അഥവാ 40 ആള് കേട്ടാ മതി, എല്ലാവരും കേട്ടുകൊള്ളണമെന്നില്ല, അതുകൊണ്ട് മൈക്കയിൽ പാടില്ല എന്ന് പറയുന്നതിനെ പറ്റി മൂപ്പർ എന്താ പറഞ്ഞിരുന്നറിയോ? വരികൾക്കിടയിലൂടെ ഫിഖ് നോക്കിയിട്ട് അത് മനസ്സിലാവാതെ, കിതാബ് നോക്കിയിട്ട് അത് മനസ്സിലാകാത്ത പലരും പറയുന്നു. ഒന്നുകൂടെ ഭാഗം കേൾപ്പിക്കൂ. എന്താ പറഞ്ഞത്? ചിലര് പറയുന്ന 40 ആള് കേട്ടാ മതി എന്ന് കിതാബിലേതാ. ഈ ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാണ് എല്ലാ അബദ്ധവും. ഫിഖ്ഹിന്റെ കിതാബ് അവരൊന്ന് മറിച്ചു നോക്കട്ടെ കേട്ടോ. ഫിഖ്ഹിന്റെ കിതാബ് ശരിക്കും മനസ്സിലാക്കാത്തതാ എല്ലാ അബദ്ധവും. തിരിയണതാർക്കാ? പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് മാത്രം തിരിഞ്ഞു. അപ്പൊ കീഴനോറേക്കാൾ ആർക്കാ ഇൽമ്? സദഖത്തുള്ള മൗലവിയേക്കാൾ ആർക്കാ ഇൽമ്? ഈ കാപട്യം നിങ്ങൾ എന്തിനിവിടെ മൂടി വെച്ചു എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് പല ആളുകളോട് ഈ അഭിപ്രായ വ്യത്യാസം ഒക്കെ നിലവിലുണ്ട്. ഞങ്ങൾ മൈക്കൂല് ഖുത്ബ വേണം എന്ന അഭിപ്രായക്കാർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ പള്ളി ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് വേറൊരു പ്രശ്നമല്ല,
ഞങ്ങള് പാർക്കിംഗ് സൗകര്യാർത്ഥാണ്. അതെന്തിന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു? കുറച്ചു മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ചല്ലേ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു ഖുതുബ കേൾക്കേണ്ട സൗകര്യത്തിനാണ്. ഫിഖ് തിരിയാത്ത ആളുകൾ വലുതും പറയുന്നുണ്ടെങ്കിൽ എന്നെ പിന്നാലെ പോകേണ്ടതില്ല. മാത്രല്ല നിങ്ങൾ പറഞ്ഞു ഇവിടെയുള്ള പുത്തൻപള്ളി എന്ന് പറയുന്ന പള്ളിയിലെ ജുമാ അത് അനാവശ്യമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? കേട്ടോളൂ എന്താണ് പുത്തൻപള്ളിയിലെ ജുമയെ പറ്റി അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന്. ഈ പ്രദേശത്തിലെ ജുമ അനാവശ്യ ജുമയാണ്. പുത്തൻപള്ളിയിലെ ജുമ അനാവശ്യ ജുമയാണ് കേട്ടോ. പുത്തൻപള്ളിയിലെ ജുമ അനാവശ്യ ജുമയാണ്. ഇത് എവിടുത്തെ ജുമയാ? ഏതാത് പുത്തൻപള്ളി? പെരുമ്പടപ്പ് പുത്തൻപള്ളി അല്ല, നാലാപുരത്തുള്ള പുത്തൻപള്ളി അല്ലെ? അത് അനാവശ്യമാണ് ഞങ്ങളുടെ അഭിപ്രായം. മാത്രല്ല പിന്നെ ഇയാൾ ചൂടാകുകയാണ്. എന്താ ചൂടാകാൻ കാരണം എന്നറിയോ? ഇവിടെ മുജാഹിദുകൾ പള്ളി ഉണ്ടാക്കിയപ്പോ ആളുകൾക്കൊക്കെ അറിയാം ഈ ജുമാ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നടത്തുന്നതിന് വിരോധമില്ല. ശാഫിഈ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ പോലും ജുമാ ഖുതുബയുടെ നിർബന്ധ ഘടകങ്ങളല്ലാത്ത അനുബന്ധ ഭാഗങ്ങൾ അറബിയല്ലാത്ത ഭാഷയിൽ പറഞ്ഞാൽ അത് ഹറാമല്ല എന്നിവിടുത്തെ നല്ലൊരു ശതമാനം ആളുകൾക്കറിയാം. അതുകൊണ്ട് മുജാഹിദുകൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ തുടങ്ങിയപ്പോ ഈ നാദാപുരത്തുള്ള ഒരുപാട് നല്ലവരായ ആളുകൾ ആ പള്ളിയിലേക്ക് ജുമാക്ക് പോകാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ ഇയാൾക്ക് ചൂടായിട്ട് മൂപ്പര് പറയണ് ഇവിടെ ഉണ്ട് കുറച്ച് അരമുസ്ലിയാക്കന്മാര്. ഈ അരമുസ്ലിയാക്കന്മാർക്ക് പേരോടിന്റെ പള്ളിയിലേക്ക് ജുമാക്ക് വരുന്നതിനെ എതിർപ്പുള്ളൂ, മുജാഹിദിന്റെ പള്ളിയിലേക്ക് അവർക്ക് യാതൊരു എതിർപ്പില്ല എന്ന് പറഞ്ഞ് മുജാഹിദിന്റെ പള്ളിയിലേക്ക് ജുമാക്ക് വരുന്നതിന് അനുകൂലിക്കുന്നത് ഇവിടെയുള്ള വലിയ പള്ളിയിൽ കൂടുന്ന ആ വിഭാഗത്തിലെ അരമുസ്ലിയാക്കന്മാര് നാം മൂപ്പര് അവരെ പേരിട്ടത്. ഞാനല്ല പേരിട്ടത്. ഇയാൾ പറഞ്ഞു കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ അരമുസ്ലിയാക്കന്മാർ എന്ന് പറഞ്ഞത് മുജാഹിദ് മൗലവിമാരെ കുറിച്ചാണ്. ഞാൻ വേറെ കേൾപ്പിക്കുന്നുണ്ട്. മുജാഹിദ് മൗലവിമാരെ കുറിച്ചല്ല. ഈ നാദാപുരത്തുള്ള വലിയ പള്ളിയോട് സഹകരിക്കുന്ന ഇവിടെയുള്ള സംസ്ഥാനയുടേതും EK വിഭാഗത്തിന്റെയും ഒക്കെ മുസ്ലിയാക്കന്മാരെ തന്നെയാണ് ഇയാൾ അരമുസ്ലിയാർ എന്ന് വിളിച്ചത്. ശ്രദ്ധിച്ചോളൂ, മനസ്സിലാകും ആരെയാ വിളിച്ചത്. കേട്ടോളൂ. മുജാഹിദിന്റെ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഒറ്റ മൊയ്ലാരും പറഞ്ഞില്ലല്ലോ മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടാന്ന്. നേരെ മറിച്ച് പള്ളിയിൽ വരണ്ടാന്ന് പറയാൻ എത്ര മൊയ്ലാരുണ്ടായി? മുജാഹിദിന്റെ പള്ളിയിൽ പോണ്ടാന്ന് പറഞ്ഞോ ഈ മൊയ്യന്മാര്? ഈ അരമൊയ്യന്മാര് പറഞ്ഞോ? എന്താ പറയാതിരുന്നത്? മുജാഹിദ് ആയാലും അവർക്കൊരു കുഴപ്പമില്ല. കേട്ടോ ചൂടായിട്ടുണ്ടോ? എന്താ ചൂടായാലും മുജാഹിദിന്റെ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്തേതിങ്ങനെ? മാത്രമല്ല കൂട്ടത്തിൽ പറയണ മുജാഹിദിന്റെ പള്ളി എന്നല്ല മീറ്റിംഗ് ആണ്. നമ്മളെ പള്ളിയിൽ മീറ്റിംഗാ, ഇവരെ പള്ളിയിൽ ഈറ്റിങ്ങും. മുജാഹിദ് പള്ളിയിൽ എപ്പോ നോക്കിയാലും ഈറ്റിങ്, ഇവിടെ ഈറ്റിങ്. ഇവിടെ 25 രാവ് ഒക്കെ ഈറ്റിങ്ങാ. ബറാത്ത് രാവ് ഈറ്റിങ്, മൗലൂദ് ഈറ്റിങ്, സുന്നത്ത് ഈറ്റിങ്. ഒരു മനുഷ്യൻ മരിച്ചാൽ അതിന്റെ പേരിൽ ഈറ്റിങ്, ജനിച്ചാലും ഈറ്റിങ്, പെണ്ണ് പെറ്റാലും ഈറ്റിങ്, ഗർഭിണിയായാലും ഈറ്റിങ്, പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴും ഈറ്റിങ്, എല്ലായിടത്തും ഈറ്റിങ്ങാ അല്ലേ? അപ്പൊ പിന്നെ എപ്പോഴും അതങ്ങനെ ഓർമ്മയിൽ വരും. അപ്പൊ മുജാഹിദീങ്ങൾക്ക് ഒരു മീറ്റിംഗ് ശരി തന്നെയാണ്. പള്ളിയിൽ ജുമാ എന്നാണ് അവർക്ക് ഒരുമിച്ച് കൂടലെന്നെ ഒരു മീറ്റിംഗ് തന്നെയാണത്. നിങ്ങൾക്കത് വിഷമണ്ടല്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ പള്ളിയിലെ ജുമാ മാത്രം ശരിയെന്നോ? അല്ലെ? നാദാപുരത്തെ വലിയ പള്ളിയിലെ ജുമാ ശരിയല്ല എന്ന് പറഞ്ഞാ പേരോടിന് സുഖത്തോടു കൂടി ഇത് നടക്കാൻ പറ്റൂല എന്ന് മൂപ്പർക്ക് അറിയാം അല്ലേ? ഇപ്പൊ വലിയ പള്ളിയിലെ ജുമയെ രക്ഷപ്പെടുത്തണം മൂപ്പർക്ക്. പിന്നെ മൂപ്പര ജുമ ശരിയല്ല എന്ന് പറഞ്ഞാലോ പിന്നെ എന്തിനാ ഈ കൂടാറുണ്ടാക്കിയത്, ഈ ബിൽഡിങ് എന്ന് ചോദിക്കും ആളുകൾ. അപ്പൊ മൂപ്പർക്ക് എന്താ ഉദ്ദേശം? മൂപ്പര പള്ളിയിലെ ജുമ ശരിയാണ്, നാദാപുരം വലിയ പള്ളിയിലെ ജുമയും ശരിയാണ്. ഇനി പാരെ പുറത്താക്കേണ്ടത്? EK വിഭാഗത്തിന്റെ ആളുകൾ മൈക്ക് വെച്ച് ഖുതുബ നടത്തുന്ന പുത്തൻപള്ളിന്റെ ഇവിടെ പുത്തൻപള്ളിയിലെ ജുമയെ കുറിച്ച് മൂപ്പർ എന്താ പറഞ്ഞു തരിയോ? അത് ബാത്തിലാണെന്നാ പറഞ്ഞത് അല്ലേ? ഇവിടുത്തെ ജുമ ബാത്തിലാന്ന് പറഞ്ഞിട്ടില്ലേ? കേട്ടോളൂ, ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ പേരിൽ ആരോപണമല്ല പറയുന്നത്. നിങ്ങൾ ഈ നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ച പഴയ പ്രസംഗമാണ് ഈ കേൾപ്പിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോളൂ. പുത്തൻപള്ളിയിൽ നടക്കുന്ന ജുമ അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് വ്യക്തമായി തന്നെ അതും അതുപോലത്തതിനെ സംബന്ധിച്ചുമാ പറഞ്ഞത്. അതേ ഫതസിഹു സാബിഖാതു ഇലാ അൻ തൻതഹിൽ ഹാജതു സുമ്മ തബ്തുലു സായിദാത്ത്, പിന്നെ നടക്കുന്നതൊക്കെ ബാത്തിലാകും. അപ്പൊ ഇവിടുത്തെ ജുമ ഒന്നാമത്തത് സഹീഹ്, വലിയ ജുമാഅത്ത് പള്ളിയിലെ ജുമയും സഹീഹ്, പുത്തൻപള്ളിയിലെ ജുമ കോളത്തിലാകും. പുത്തൻപള്ളിയിലെ ജുമ കോളത്തിലാകും. കണ്ടില്ലേ? ഇത് ഞങ്ങൾ പറഞ്ഞതാ. എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നിട്ട് പറയാ, ഹുസൈൻ സലഫി ഇവിടെ വന്നിട്ട് ഞങ്ങളെ തമ്മി തല്ലിച്ചിട്ട് മുതലെടുക്കാനാ നോക്കിടും മൗലവി, നിങ്ങളത് മനസ്സിലിരുന്നോട്ടെ. ഞങ്ങൾ നിങ്ങളെ തല്ലിക്ക. നിങ്ങൾ ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചതല്ലേ ഇത്? പുത്തൻപള്ളിയിലെ ജുമാ ബാത്തില്, മൂപ്പര ജുമ, നിങ്ങളെ ജുമ, നിങ്ങൾ ഞങ്ങളെ ജുമാനെ മീറ്റിംഗ് ബാത്തില് എന്ന് പറഞ്ഞു. എന്നാ നിങ്ങൾ വലിയ സ്നേഹത്തോടുകൂടെ ഇവിടെ പറഞ്ഞ് കീഴന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരില്ലേ
സ്വതക്കത്തുള്ള മുസ്ലിയാരില്ലേ? ആ സ്വതക്കത്തുള്ള മുസ്ലിയാര് നിങ്ങളുടെ ജുമയെ പറ്റി എന്താ ഫത്വ കൊടുത്തത് നിങ്ങൾ കേൾക്കണോ? നിങ്ങളെ മീറ്റിംഗ് ശരിയാണോ? നിങ്ങളുടെ പള്ളിയിലെ മീറ്റിംഗോ എന്തോ ആട്ടെ, അത് ശരിയാണോ? എന്താ സ്വതക്കത്തുള്ള മുസ്ലിയാര് പറഞ്ഞത് കേട്ടോളൂ. ഞാൻ വായിക്കുകയാണ്. സമ്പൂർണ്ണ ഫതാവ മുഫ്തി താജുൽ ഉലമ ഖുദ്വത്തുൽ മുഹഖഖീൻ ശൈഖുനാ കെ സ്വതക്കത്തുള്ള മൗലവി എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. എന്ത് കേട്ടോളൂ. സ്പീക്കറിൽ ഓതിയ ഖുതുബ കേട്ടവർ ഖതീബിന്റെ ഖുതുബയല്ലാത്ത അതിനോട് സാദൃശ്യമുള്ള മറ്റൊരു ശബ്ദം കേട്ടവരാണ്. അപ്പൊ സ്പീക്കറിൽ കൂടി ശബ്ദം ഖുതുബ കേട്ട ആൾക്കാര് കേൾക്കുന്നത് ഖതീബിന്റെ ഖുതുബയല്ലാത്ത അതിനോട് സാദൃശ്യമുള്ള മറ്റൊരു ശബ്ദമാണ്. ഖതീബ് തന്റെ ശബ്ദം ഉയർത്തിക്കൊണ്ട് 40 പേരെ കേൾപ്പിക്കൽ എന്ന ഖുതുബയുടെ ഷർത്ത് ഇതുകൊണ്ട് നിറവേറുന്നില്ല. ഖുതുബന്റെ ഷർത്ത് നിറവേറുന്നില്ല. അതിനാൽ ഖുതുബ സ്വഹീഹാകുന്നില്ല. ഖുതുബ സ്വഹീഹാവാത്തതിനാൽ ജുമഅയും ബാത്തിലാണ്. ഇത് പേരോട് പറയണം. ഇതാരെ ജുമയെ പറ്റിയാ പറഞ്ഞത്? നിങ്ങളുടെ ഈ ബിൽഡിങ്ങിലെ ജുമയെ പറ്റി അടക്കമുള്ള ജുമയല്ലേ പറഞ്ഞത്? എന്നിട്ട് നിങ്ങളാണോ ഞാനും ശൗദഖത്തുള്ള മൗലവി ശംസുൽ ഖിയാന കുഞ്ഞോറത്ത് ഒരു പ്രശ്നമല്ല, അത് നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കാണ്, നിങ്ങൾ തമ്മിൽ വലിയതാണ്. ഇവര് പറയുന്നുണ്ട് ഞാൻ ഖിയാന ഉസ്താദിനോട് ചെറുപ്പത്തിലെ ഖിയാന ഉസ്താദ് ഇന്നെ വിളിപ്പിക്കാനുണ്ട്. ഇവര് വലിയ കിബർ പറയുന്നുണ്ട്. ഇവിടെ ചെറുപ്പത്തിലെ ഖിയാന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരും മൂപ്പരെ വിളിക്കൂത്തരെ. ചെറിയ കുട്ടിയായിരിക്കുമ്പോ വിളിച്ചിട്ടോ അങ്ങും ഇങ്ങൊക്കെ സംശയം ചോദിക്കും. അങ്ങും ഇങ്ങും ഖിയാന കുഞ്ഞബ്ദുള്ള മുസ്ലിയാരോട് പേരോട് അങ്ങോട്ട് സംശയം ചോദിക്കുന്നത്, ഖിയാനോട് ഇങ്ങോട്ട് സംശയം ചോദിക്കുന്ന ആരോട്? അന്ത്രൂനോട്. നോക്കണം നിങ്ങൾ. അപ്പൊ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരൊക്കെ വലിയ കാര്യത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അത് ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിലല്ലേ? എന്നിട്ട് മൂപ്പര് നമ്മളോട് പറയാം നാദാപുരത്തുകാരും മാന്യന്മാരാണ്, ഞങ്ങള് മാന്യന്മാരാ. മൂപ്പര് ഞങ്ങളെന്ന് കൂട്ടുക. ആരാ ഇങ്ങള്? നാദാപുരത്തുകാരും മാന്യന്മാരാ. ഞങ്ങൾ ഇവിടെ ആരെങ്കിലും വന്നാൽ സൽക്കരിച്ചിട്ടേ വിടുള്ളൂ. ഞങ്ങൾ നന്നായി സൽക്കരിച്ച് വിട്ട പാരമ്പര്യ ഇവിടുത്തെ ആലിമീങ്ങൾക്ക്. അപ്പൊ മൂപ്പര ആലിമ്, ഞങ്ങൾ ആലിമീങ്ങൾക്ക് എല്ലാവരും സൽക്കരിച്ച് വിട്ട പാരമ്പര്യമുള്ളൂ. മൂപ്പര ഇവിടുന്ന് സൽക്കരിച്ച് വിട്ട പാരമ്പര്യം മനോരമ റിപ്പോർട്ട് ചെയ്തത് എന്നെ കൊണ്ട് ഇവിടുത്തെ കാണിക്കണോ? ഈ നാദാപുരത്ത് വെച്ച് പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ പ്രസംഗിച്ചിട്ട് അയാളെ ഈ നാട്ടുകാർ സൽക്കരിച്ച റിപ്പോർട്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തത് എന്നെ കൊണ്ട് ഇപ്രാവശ്യം ദയവായി വായിപ്പിക്കരുത്. അത് ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. നിങ്ങൾ എന്തിനാ അതുപോലെ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്? അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു നല്ല പിള്ള ചമഞ്ഞ് ഇവിടെ എല്ലാവരും മുജാഹിദീങ്ങൾ മാത്രം കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് ധരിപ്പിക്കുന്ന ഒരു സ്വഭാവമാണുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇവിടെ ഞങ്ങൾ പള്ളിയുണ്ടാക്കി ഞങ്ങളെ ആക്ഷേപിക്കുമ്പോ സ്വന്തം കാര്യത്തെക്കുറിച്ചുകൂടി ഇവിടെയുള്ള പണ്ഡിതന്മാരെന്താ പറഞ്ഞത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുകയും അറിയുകയും ഒക്കെ ചെയ്യണം എന്ന നിലക്കാണ് ഈ പ്രദേശത്തുള്ള ആളുകളോട് പറയുന്നത് കേട്ടാ എന്താ തോന്നുന്നറിയോ? ഹുസൈൻ സലഫി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടാണ് ഇപ്പൊ ഇവിടെയുള്ള ആളുകൾക്കിടയിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയത്. ഇവിടെ എന്നോ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസമല്ലേ? നിങ്ങൾ എത്ര ഈ ഭാഗമുണ്ട് ഇവിടെ? ആ നിലക്കൊക്കെ ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാ? ഞങ്ങളാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? ഞങ്ങളുടെ പേരിൽ ഈ കുറ്റമിട്ടിട്ട് വളരാമെന്ന് പേരോടും വിചാരിക്കേണ്ടതില്ല. അതാണ് ഇവിടുത്തെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ വേണ്ടി ശംസുൽ ഉലമ കീഴന ഓറു ഔ നവ്വറല്ലാഹു മർഖദഹു മർഖദടക്കൊരു കട്ടി എത്രയാ? ഈ കെ അബൂബക്കർ മുസ്ലിയാർ ദർജ ഏറ്റി കൊടുക്കട്ടെ, കണ്ണിയത്ത് ദർജ ഏറ്റി കൊടുക്കട്ടെ. എന്താ നിങ്ങൾ കണ്ണിയത്തിനെ ഉപ്പും ചാക്കുന്ന് വിളിച്ചിട്ടില്ലേ? അത്തും പുത്തും പറയുന്ന ആള് വിളിച്ചിട്ടില്ലേ? ശംസുൽ ഒലക്കാന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ഇല്ലേ? എന്തേ നിങ്ങൾക്ക് ഇവിടെ വരും നിറമാറ്റം? ആ കാപ്പട്യത്തിന്റെ മുഖമൂടിയാണ് ഈ വലിച്ചു കീറുന്നത്. പറയിപ്പിക്കരുത് കൂടുതലായി എന്ന് ഉറപ്പെടുത്താണ്. ഇനി സുഹൃത്തുക്കളെ, ഞാൻ ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിവിടെ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, മക്കയിലും മദീനയിലുമുള്ള ആചാരങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. മക്കയിൽ ആണ്ട് നേർച്ചയുടെ ഡേറ്റ് എന്നാണ് ചോദിച്ചപ്പോ പേരോട് പറഞ്ഞത് അവിടെ ആണ്ടുണ്ട്, ഹജ്ജ് 1-ാം നമ്പർ ആണ്ടാണ് എന്നാണ്. മക്കയിൽ കൊടികുത്ത് നേർച്ചയുടെ ഡേറ്റ് എന്നാണ് ചോദിച്ചപ്പോ അവിടെ കൊടികുത്തുണ്ട്. മിനയിലും അറഫിയിലൊക്കെ എല്ലാ രാഷ്ട്രങ്ങളുടെയും കൊടി കണ്ടിട്ടില്ലേ എന്നാ ചോദിച്ചത്. ഇമാതിരി പൊട്ടത്തരം നിലങ്ങൾ മനസ്സിലാക്കിയില്ലേ? വിളക്ക് കത്തിക്കലുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? പിന്നെ അവിടെ സ്വിച്ച് ഇടാൻ ഉദ്യോഗസ്ഥന്മാർ വരേണ്ടി ഇട്ടത്താ പിന്നെ എല്ലാവരും ഇരിക്കുന്നതെന്ന് അല്ലേ? ഇത് ചോദിച്ചത് ഈ നാട്ടുകാര്യങ്ങൾ എല്ലാവരും കേട്ടതല്ലേ? പിന്നെ അവിടെ നടക്കുന്ന ഞാൻ ചോദിച്ചിരുന്നു, ഖബറിന്റെ അടുക്കൽ തവാഫ് നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും, അവിടെ തവാഫ് ഉണ്ടോ? അപ്പൊ മൂപ്പര് ചോദിക്കാണ്, ഞങ്ങൾ തവാഫ് ചെയ്യാറുണ്ടോ? നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ മാസികയിൽ തന്നെ വന്നിട്ടുണ്ട് ഖബർ തവാഫ് ചെയ്യാം
തവാഫ് ചെയ്യാമെന്ന് മലയാളത്തിൽ തവാഫ് ചെയ്യാമെന്ന് എഴുതിയിട്ടില്ലെങ്കിലും എന്താ മറുപടി കൊടുത്തത്? ഖബറിങ്കൽ നിങ്ങൾക്ക് യാസീൻ ഓതിയിട്ട് നടക്കാം, നിങ്ങൾക്ക് വട്ടത്തിലും നടക്കാം, നീളത്തിലും നടക്കാം. കേട്ടോളൂ ചോദ്യം. മഹാന്മാരുടെ ഖബറുകൾ തവാഫും സഅയും ആണ്ടും പാടില്ല. എന്നാൽ നഫീസത്ത് മൗലിദിൽ തവാഫും സഅയും ചെയ്യണം എന്ന് കൽപ്പിക്കുന്നുണ്ടല്ലോ. മറുപടി പ്രതീക്ഷിക്കുന്നു. എന്താ ഉത്തരം കൊടുത്തത്? നഫീസത്ത് ബീവിയുടെ മൗലിദിലുണ്ട്. എന്തെന്നറിയോ? ادخل وطف واسع وسل بتأدب ما تشتهيه ونادها يا طاهرا. നഫീസത്ത് ബീവിയുടെ മക്ബറയിലേക്ക് നീ വദുഖുൽ നീ പ്രവേശിച്ചോ, വതുഫ് നീ തവാഫ് നടത്തിക്കോ, വസ്അ നീ സഅയും നടത്തിക്കോ എന്ന് നിങ്ങളുടെ നഫീസത്ത് മൗലീദിലുണ്ടല്ലോ. അങ്ങനെ ജാറത്തിന്റെ അടുക്കൽ തവാഫും സഅയും പാടില്ല എന്നല്ലേ? പിന്നെ എന്തേ ഈ മൗലിദിൽ ഇങ്ങനെ കണ്ടത് എന്ന് ചോദിച്ചപ്പോ അതാ മറുപടി രസാവഹമാണ്. ഉത്തരം, മഹാന്മാരുടെ ഖബറുകൾ തവാഫും സഅയും ചെയ്യൽ പാടില്ലാത്തതാണ്. ആദ്യം അത് പറഞ്ഞു. ആണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരുടെ ഖബറിനരികെ വെച്ച് നിർവഹിച്ചത് ഫഖറുദ്ദീൻ റാസി തഫ്സീറുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നൊരു കളവ് പറഞ്ഞിട്ട് പിന്നെ പറയണേ അതുകൊണ്ട് ആണ്ട് നിർവഹിക്കേണ്ടതാണ് എന്നൊക്കെ വ്യാഖ്യാനം. പിന്നെ നിങ്ങൾ നോക്കൂ, അതേ സമയത്ത് യാസീനും ഫാത്തിഹയും മറ്റും ഓതിക്കൊണ്ട് ഖബറിന്റെ അരികത്തുകൂടെ നടക്കുന്നതിന് വിരോധമില്ല. അത് വട്ടത്തിലും നീളത്തിലും ആവാം. ആ കേവലം നടത്തത്തെ സംബന്ധിച്ചാണ് നഫീസത്ത് മൗലീദിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ യാസീനും ഫാത്തിഹയൊക്കെ ഓതിയിട്ട് വട്ടത്തിൽ നടന്നോളൂ, നീളത്തിലും നടന്നോളൂ. തവാഫാന്ന് പറയണ്ട, സഅയാന്ന് പറയണ്ട, അല്ലേ? അപ്പൊ വട്ടത്തിൽ നടക്കാത്ത നീളത്തിൽ നടക്കാം. ഇതിനാ ഞങ്ങൾ ഈ വട്ടത്തിൽ നടക്കുന്നതിനായി ചുറ്റാന്ന് പറയുന്നത്, നീളത്തിൽ നടക്കാന്നുള്ളതിനായി തവാഫ് എന്ന് പറയുന്നത്. അതല്ലേ നിങ്ങളുടെ മൗലിദിൽ പറഞ്ഞത്? ഇത് കാന്തപുരം മുസ്ലിയാർ കൊടുത്ത ഫത്വയാണ്. AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം നൽകിയ ഫത്വയാണിത്. അപ്പോ ആ നിലക്കുള്ള തവാഫുകൾ അതുപോലെയുള്ള രംഗങ്ങളൊക്കെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലേ എന്നൊരു സംശയം ഉണ്ടാകും. നിങ്ങൾക്ക് കാണാം, ഖബറുകളുടെ ചുറ്റും നടക്കുന്ന തവാഫും ശയനപ്രദക്ഷിണൊക്കെ നിങ്ങളൊന്ന് സ്ക്രീനിൽ കാണുക. കണ്ടോ? ചുറ്റി നടക്കുകയാണ്, ഖബറിന്റെ ചുറ്റും നടക്കുകയാണ്. മൂപ്പരിപ്പോ തവാഫിലാണ് മറ്റേ കക്ഷി. അതാ അടുത്ത റൗണ്ടിലെത്തി. ഞാൻ അവിടെ വല്ല ഹജറുൽ അസ്വദ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഒരു തവാഫിൽ തന്നെയാണ്. തവാഫ് തീർന്നിട്ടില്ല. സഈവിന്റെ നീളത്തിൽ നടക്കലാണല്ലോ, അത് വേറെയാണ്. ഇതിപ്പോ ചുറ്റലാണ്, തവാഫാണ്. കണ്ടോ? വെല്ലിപ്പാക്ക് ക്ഷീണമൊന്നുമില്ല, നടക്കന്നെ മൂപ്പര്. ഇനി ശയനപ്രദക്ഷിണമുണ്ട്, കണ്ടോളൂ. ഇത് അമ്പലമൊന്നും അല്ലട്ടോ, അങ്ങനെ വിചാരിക്കരുത് സുഹൃത്തുക്കളെ. ഇത് മക്ബറയാ. നേരെ എത്തിയത് എങ്ങോട്ടാ നോക്കൂ, ശരിയായ അതിന്റെ സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പറയുന്നതൊക്കെ പറഞ്ഞാല് ഞങ്ങളിങ്ങനെ ചുറ്റിണീനൊന്നും അനുകൂലിക്കുന്നില്ല, ഞങ്ങൾ അതിനൊക്കെ എതിരാണ് എന്നാ കേട്ടോ. പൈശാചിക അസുഖങ്ങളും മറ്റും ബാധിച്ച, നിങ്ങളുടെ മാസികനാ വായിക്കുന്നത്, പൈശാചിക അസുഖങ്ങളും മറ്റും ബാധിച്ച എത്രയോ സ്ത്രീ പുരുഷന്മാർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഖ്ബറ ചുറ്റുകയും തങ്ങളുടെ രോഗങ്ങളും മറ്റും കരഞ്ഞു വിളിച്ചു പറയുകയും ചെയ്യുന്നത് ഇവിടെ നിത്യസംഭവമാണത്രേ. വളരെ അപൂർവം മഖ്ബറകളിൽ മാത്രം കണ്ടുവരുന്ന
ഈ രംഗങ്ങൾ ഞങ്ങൾക്ക് നേരിൽ കാണാൻ സാധിച്ചു. ഇത് ഒരു സുന്നികളുടെ പ്രസിദ്ധീകരണത്തിൽ തന്നെ വന്നതാണ്. അപ്പോ ഈ നിലക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ ധാരാളം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് തന്നെ ചെയ്താലും പ്രശ്നമില്ല എന്നാണ് ഇവരുടെ വാദം. ഇനി ഏത് ഗോഷ്ഠി കാണിച്ചാലും പ്രശ്നമില്ല എന്നാ അവര് പണ്ട് എഴുതി വെച്ചത്. അതൊന്നും ഒരു കുഴപ്പമാകൂല. എന്തേ വിചാരിക്കണ്ടോ? അള്ളേന്ന് വിചാരിക്കാഞ്ഞാ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിചാരിക്കാതെ ഏത് നിലക്കുള്ള ഗോഷ്ഠികളും ആർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കാണാം, ഈ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തുന്നു, ഇത് SYS-കാരന്റെ 40ാം വാർഷിക യോഗത്തിലെ പ്രസിദ്ധീകരണമാണ്. SYS 40ാം വാർഷിക പ്രസിദ്ധീകരണത്തിൽ നിന്ന് വായിക്കട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളവന്റെ മുമ്പിലുള്ള വിനയമാണെങ്കിൽ അത് ഇബാദത്താകുന്നു എന്നും അല്ലാത്തവരുടെ മുമ്പിലാണെങ്കിൽ ഇബാദത്തല്ല എന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന്റെ അർത്ഥം നോക്കാം. സ്വയം ഉപകാര ഉപദ്രവത്തിന് കഴിവുള്ളവൻ അല്ലാഹു മാത്രമേയുള്ളൂ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ഇത് വെച്ച് നോക്കുമ്പോൾ അല്ലാഹുവല്ലാത്ത ആരുടെ മുമ്പിലും എന്ത് ഗോഷ്ഠി കാണിച്ചാലും എത്ര താഴ്മ പ്രകടിപ്പിച്ചാലും അത് അവർക്ക് ആരാധിക്കലാവുകയില്ല. കാരണം ഉപകാര ഉപദ്രവത്തിന് സ്വയം കഴിവുള്ളത് അല്ലാഹുവിന് മാത്രമാണ് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. സ്വയം കഴിവ് അല്ലാഹ്ക്കേ ഉള്ളൂ എന്ന് വിശ്വസിച്ച് ആരുടെയും എന്തിന്റെയും മുമ്പിൽ എന്ത് താഴ്മ കാണിച്ചാലും വിനയം കാണിച്ചാലും എന്ത് ഗോഷ്ഠി കാണിച്ചാലും അതുകൊണ്ടൊന്നും ഒരു തകരാറുമില്ല. ഇനി സുജൂദ് വരെ ചെയ്യാമെന്നല്ലേ രേഖപ്പെടുത്തിയത്? സുജൂദ് ചെയ്യുന്നത് വരെ തകരാറില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ? കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ ഹറാമാണെന്ന് പറഞ്ഞാലും നിങ്ങൾ കേട്ടോ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. ഇടമുട്ടം വാദപ്രതിവാദം കലക്കാൻ മുസഖാഫികൾക്ക് പ്രചോദനമായത് ഈ മുണ്ടൻ വടിയാണ്. ഈ ഇബാറത്തങ്ങ് വായിച്ചപ്പോ ഇനി സംവാദം മുന്നോട്ട് കൊണ്ടുപോയാൽ രക്ഷയില്ലെന്ന് കണ്ടപ്പോ സംവാദത്തിൽ നിന്ന് തല ഊരിയതല്ലേ? നിങ്ങൾ കണ്ടില്ലേ? വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം എന്ന് രേഖപ്പെടുത്തിപ്പോയി. അതേപോലെ തന്നെ ഇനിയും കേൾക്കണോ, നിങ്ങൾ പഠിച്ചു വെച്ചോ, നിങ്ങളുടെ മാസികയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, ശരിക്ക് ശ്രദ്ധിച്ചോ, ആരാധനയുടെ ഭാഗമായി അല്ലാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. അങ്ങനെ ആരാധനയുടെ ഭാഗമായി ചെയ്യുന്ന അല്ലാഹുവിന് ചെയ്യുന്ന സുജൂദ് പോലും സൃഷ്ടിയുടെ മുമ്പിൽ ചെയ്താലും അത് ശിർക്കെന്ന് പറയാൻ പറ്റില്ലെന്ന ഫത്വ വായിച്ചപ്പോഴല്ലേ ഇത്തരത്തിലുള്ള ദർഗകളിലേക്ക് ആളുകൾ പോയത്. തന്റെയുമല്ല, നിങ്ങൾ കണ്ടോ, ഇവരുടെ തന്നെ മാസികയിൽ നിന്ന് വായിക്കട്ടെ. അതാ ഇബ്രാഹിം ബാദിഷയുടെ ആ മഖ്ബറയുടെ ഭാഗത്ത് പോയിട്ട് ഒരു റിപ്പോർട്ടർക്ക് കിട്ടിയ വർത്തമാനം കേൾക്കണ്ടേ? അവിടെയുള്ള ആ ദർഗയുടെ പൂജാരിയോട്, അതെന്റെ ഭാഷയാണ്, ആ ദർഗയുടെ നടത്തിപ്പുകാരനോട് ഈ പത്രത്തിന്റെ വ്യക്തി ഒരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് ചോദ്യമെന്ന് കേട്ടോളൂ. ഇവിടെ മഖ്ബറ
മക്ബറകൾക്ക് മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു. ഇത് അനിസ്ലാമികമല്ലേ? ഇബ്രാഹിം ബാദിഷയുടെ ദർഗയിൽ ആളുകൾ സുജൂദ് ചെയ്യുന്ന രംഗം കണ്ടപ്പോ ഈ മാസികയുടെ ഈ അഭിമുഖം തയ്യാറാക്കിയ വ്യക്തി അവിടെയുള്ള വ്യക്തിയോട് ചോദിച്ചതാണ് എന്ത്? ഇവിടെ മക്ബറകൾക്ക് മുമ്പിൽ ആളുകൾ സുജൂദ് ചെയ്യുന്നതായി കാണുന്നു, ഇത് അനിസ്ലാമികമല്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ ഉത്തരം കൊടുത്തതെന്ന് കേട്ടോളൂ. സുജൂദ് അല്ലാഹുവിന് മാത്രമുള്ളതാണ്, അത് സൃഷ്ടികൾക്ക് വേണ്ടി ചെയ്യൽ അനിസ്ലാമികമാണ്. സുജൂദ് ശരിയാകണമെങ്കിൽ ഉദു ആവശ്യമാണ്. അതിനാൽ ഭക്തിയാദരപൂർവ്വം വണങ്ങുമ്പോൾ അത് സുജൂദാകുന്നില്ല. ഇത് ഉദുടുക്കാത്ത പരിപാടിയായതുകൊണ്ട് കുഴപ്പമില്ലാന്നാ ഉത്തരം കൊടുത്തത്. കണ്ടില്ലേ, ഈ ഔലിയാക്കന്മാരുടെ മക്ബറക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്ന രംഗം കണ്ടില്ലേ? ഈ കേരളത്തിൽ അത് ചെയ്യാൻ കഴിയാത്തത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇവിടെ ശക്തമായി നടക്കുന്നത് കൊണ്ടാണ്. ഇവർക്കും സുജൂദ് ചെയ്യാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, ഇവിടെ അത് നടക്കില്ലെന്നറിയാം. അപ്പോൾ കേരളത്തിന്റെ പുറത്തുള്ള നോക്കൂ നിങ്ങൾ, ജാറങ്ങളിൽ പോയി തൊപ്പിയിട്ട മാപ്പിളമാര് സുജൂദ് ചെയ്യുന്നു. പല സ്ഥലങ്ങളിലും നടക്കുന്ന സുജൂദാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് ഇസ്ലാമികമാണോ? ഈ രംഗം കാണുന്ന, ഈ ദൃശ്യം കാണുന്ന എന്റെ ഉമ്മപെങ്ങന്മാരെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ മുമ്പിലല്ലാതെ ഈ നിലക്കുള്ള ഒരു വണക്കം, ഒരു സുജൂദ് റബ്ബ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ ഏതെല്ലാം രാജ്യങ്ങളിൽ നടക്കുന്നു. ഒരു മഹല്ലിലെങ്ങാനും ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നാൽ ആ ചെറുപ്പക്കാരനെ മഹല്ലിൽ നിന്ന് നിങ്ങൾ ബഹിഷ്കരിക്കാറില്ലേ? ആ ചെറുപ്പക്കാരന്റെ വീട്ടിലാരെങ്കിലും മരിച്ചാൽ മക്ബറ നിങ്ങൾ തടയാറില്ലേ? ആ ചെറുപ്പക്കാരന്റെ വീട്ടിലേക്ക് ഒരു കാര്യത്തിനും പോകരുതെന്ന് നിങ്ങൾ 1000 വിലങ്ങുക എന്ന് പറയുന്ന മഹല്ല് ബഹിഷ്കരണം നിങ്ങൾ നടത്താറില്ലേ? അതേ അവസരത്തിൽ ഞങ്ങളും ഇതൊക്കെ എതിർക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ഈ അനാചാരങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മഹല്ലിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? നിങ്ങൾ അവരെ ബഹിഷ്കരിച്ചിട്ടുണ്ടോ? നിങ്ങൾ അവർക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടോ? നിങ്ങൾ എന്തേ ഇങ്ങനെ ആയിപ്പോയത്? ഞങ്ങൾ ആരെയും ഊരുവിലങ്ങണമെന്ന അഭിപ്രായക്കാരല്ല. എല്ലാവരും അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിച്ചോട്ടെ, ഓരോരുത്തരും അവരുടെ ആചാരങ്ങൾ ചെയ്തോട്ടെ. പക്ഷേ അതൊന്നും ഇസ്ലാമിന്റെ ലേബിളിൽ വേണ്ട, അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഏത് വിശ്വാസക്കാരനും അവന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് ചെയ്യാവുന്നതാണ്, അവന്റെ വിശ്വാസമനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ്, ആചരിക്കാവുന്നതാണ്. നമ്മളൊന്നിനും എതിരല്ല, ആരെയും ഉപദ്രവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊക്കെ ഇസ്ലാമിന്റെ പേരിൽ വേണോ? റസൂലുള്ളാഹിയുടെ പേരിൽ വേണോ? സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ തന്നെ വേണോ? ഇനി അജ്മീർ ദർഗ നിങ്ങൾ അംഗീകരിക്കുന്ന ദർഗയല്ലേ? അജ്മീറിൽ കാണുന്ന സുജൂദിന്റെ ദൃശ്യം ഒന്ന് കണ്ടോളൂ. അജ്മീറിൽ കാണുന്ന സുജൂദിന്റെ ദൃശ്യം നിങ്ങൾക്കിതാ ഇവിടെ കാണിക്കുന്നു. അവിടെയും നിങ്ങൾക്ക് കാണാം കൃത്യമായി സുജൂദിന്റെ ആ രൂപത്തിലുള്ള രംഗങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. നോക്കൂ നിങ്ങൾ, ഇത് അജ്മീറിലെ രംഗമാണ്. അതേപോലെ മൂപ്പരോട് നമ്മൾ ചോദിച്ചു, സത്യം ചെയ്യൽ നിങ്ങൾ ജാറങ്ങളിൽ വെച്ച് സത്യം ചെയ്യുന്നുണ്ട് അല്ലെ? ജാറങ്ങളിൽ സത്യത്തിന് പോകുന്നുണ്ട്. ഇവര് സത്യം ചെയ്യാൻ വേണ്ടി മഹാത്മാക്കളുടെ ജാറങ്ങളിൽ പോകുന്നുണ്ട്. ആ സത്യം ചെയ്യുന്ന പരിപാടി മക്കയിലോ മദീനയിലോ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചപ്പോ പേരോട് തന്നെ മറുപടി പറയട്ടെ, ശ്രദ്ധിച്ചോളൂ. ചോദിച്ചത് എന്താണ്? ഖബറുള്ളതിന്റെ അടുത്ത് നിന്ന് സത്യം ചെയ്യാറുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും ഖബറിന്റെ അടുക്ക പോയി സത്യം ചെയ്യണമെന്ന് പറയുന്നുണ്ടോ? അതേ സമയത്ത് ഖബറുള്ളത് കൊണ്ട് സത്യം ചെയ്തുകൂടാ എന്നുണ്ടോ? കഅബയുടെ അടുക്കൽ പോയി സത്യം ചെയ്യാറില്ലേ? അവിടെ ഖബറില്ലേ? കഅബന്റെ അടുക്ക പോയി സത്യം ചെയ്യാറില്ലേ? അവിടെ ഖബറില്ലേ? എവിടെ? കഅബന്റെ അടുക്കൽ ഒരുപാട് ഖബറുണ്ട് എന്നാ മൂപ്പര് പറയണത്. നോക്കണം നിങ്ങൾ, മൂപ്പര് പറഞ്ഞിട്ടുണ്ട് ഹിജ്ർ ഇസ്മായിൽ, പരിശുദ്ധ കഅബയുടെ ഒരു ഭാഗത്ത് ഹിജ്ർ ഇസ്മായിൽ എന്ന പേരിൽ വേർതിരിച്ചിട്ടുണ്ടല്ലോ. അത് കഅബയിൽ തന്നെ പെട്ടതാണല്ലോ. അവിടെ ഇസ്മായിൽ നബിയുടെയും ഉമ്മ ഹാജറ ബീവിയുടെയും ഖബറുണ്ട് എന്നാ ടിയാന് തട്ടിവിട്ടിരിക്കുന്നത്.
തന്നെയുമല്ല ആളുകൾ തവാഫ് ചെയ്യുന്ന ആ മതാഫിൽ ധാരാളക്കണക്കിന് അമ്പിയാക്കന്മാരുടെ മഖ്ബറുണ്ട് എന്നാ പറയണത്. നോക്കണം. അപ്പൊ ചുറ്റുന്നതൊക്കെ ആരെയാണ്? മഹാന്മാരെയൊന്നല്ല ചുറ്റുന്നത്, പക്ഷേ ഖബർ അവിടെ ഉണ്ട് എന്നാ പറയണത്. നിങ്ങൾ നോക്കണം, ഈ ഭൂമിയിൽ എവിടെയൊക്കെ എത്ര ഖബറുണ്ട്, ഏതാ ഖബറിന് ആർക്കെങ്കിലും അറിയോ? എങ്കിൽ സുഹൃത്തുക്കളെ, ഈ മതാഫിലൂടെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഏതൊക്കെ നബിമാരുടെ ഖബറിൻ പുറത്ത് ചവിട്ടിയിട്ടാ നമ്മൾ നടക്കുന്നത്? ചിന്തിച്ചു നോക്കിക്കൂടെ? ആ ഹിജ്ർ ഇസ്മായിലിൽ നിസ്കരിക്കുന്ന ഹാജിമാര് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും അതുപോലെ തന്നെ ഹാജറ അലൈഹിസ്സലാമിന്റെയും ഖബറിന്റെ പുറത്ത് നിന്നിട്ടാണോ നിസ്കരിക്കുന്നത്? പേരോട് മറുപടി പറയണം. അതുപോലെ തന്നെ മസ്ജിദുൽ ഖൈഫിൽ 70ഓളം അമ്പിയാക്കന്മാരുടെ ഖബറുണ്ട് എന്ന് പറയുന്നു. എങ്കിൽ ആ മസ്ജിദുൽ മിനായിലെ മസ്ജിദുൽ ഖൈഫിൽ അവിടെ വെച്ച് നിസ്കരിക്കുമ്പോ, ആ മസ്ജിദുൽ ഖൈഫിൽ നിസ്കരിക്കുമ്പോ അവിടെ നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളൊക്കെ അമ്പിയാക്കന്മാരുടെ ഖബറും പുറത്ത് ചവിട്ടിയിട്ടാണോ നിസ്കരിക്കുന്നത്? എന്തിനാണ് അല്ലാഹുവിന്റെ റസൂല് കേട്ടിട്ടില്ലാത്ത, സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ അമ്പിയാക്കന്മാരുടെയൊക്കെ ഖബറുകൾ അവിടെയുണ്ട് എന്ന കള്ളവർത്തമാനവുമായിട്ട് നിങ്ങൾ കസ്സാബുകളായി രംഗത്ത് വരുന്നത്? സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ടും ഹിജ്ർ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഖബറുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഹാജറ ബീവിയുടെ ഖബറുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ മതാഫിലുണ്ട്, തവാഫ് ചെയ്യുന്ന കഅബക്ക് ചുറ്റുമുണ്ട് എന്ന് സ്വഹീഹായ രേഖകൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. ലഈഫായ മൗദൂഉമായിട്ടുള്ള സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തിന് തുരങ്കം വെക്കുന്നത്? ഹാജിമാർ അവിടേക്ക് പോകുമ്പോ തവാഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സഈ നടത്തുമ്പോഴും ഒക്കെ മഹത്തുക്കളായ അമ്പിയാക്കന്മാരുടെ മഖ്ബറയാണ് ഈ ചുറ്റുന്നത് എന്ന ഒരു ധാരണയെങ്ങാനും നിങ്ങൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ലെങ്കിലും ആ ഒരു ധാരണ ഏതെങ്കിലും ആളുകളിൽ കടന്നുകൂടാൻ നിങ്ങളുടെ ഈ പ്രചരണം കാരണമാവുകയില്ലേ? തന്നെയല്ല, ഈ ഖബർ അവിടെ ഉണ്ട് എന്ന് സമ്മതിക്കുക, എന്നാ ഇതിന് ഖബറിന്റെ ഹുക്കുമുണ്ടോ? സുഹൃത്തുക്കളെ, ഒരു ഖബറിന്റെ ഹുക്കുമാണെങ്കിൽ ആ ഖബർ അവിടെ കാണണ്ടേ? ഇവരെന്താണ് ഈ പറയുന്നത്? ഖബറിന്റെ മീതെ കൂടി നടക്കുകയാണ്, ആ നിലക്കാണ്. അപ്പൊ ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. കണ്ടില്ലേ, ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇത് പഠിപ്പിച്ച് തന്നിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല. ഇവരിപ്പോ പറയുന്നു അവിടെയൊക്കെ ജാറങ്ങളാണ്, അതുകൊണ്ട് കഅബയുടെ സമീപത്ത് വെച്ച് സത്യം ചെയ്യുമ്പോ അവിടെയൊക്കെ ജാറങ്ങളുണ്ട്. അപ്പൊ ജാറങ്ങളുള്ളയിടത്ത് സത്യം ചെയ്തു എന്നതുകൊണ്ട് തെറ്റാകുന്നില്ല. ഞങ്ങൾക്കും അഭിപ്രായമല്ല, ഒരു മുസ്ലിം അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുമ്പോ അറിയാതെ ഒരു ഖബറിന്റെ അടുക്കൽ അവൻ പെട്ടുപോയി എങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യുന്നുവെങ്കിൽ അത് തെറ്റെന്ന അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾ സത്യത്തിന് വേണ്ടി മഖ്ബറയെ ലക്ഷ്യം വെച്ചുകൊണ്ടാ പോകുന്നത്. നിങ്ങൾ സത്യം ചെയ്യാൻ വേണ്ടി മഹത്തുക്കളെ അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖബറുകളിലേക്ക് ആ പോരിശ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ നിങ്ങൾ പോകുന്നത്? അത് നമുക്ക് പാടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളത് എന്താണ്? മൻ കാന ഹാലിഫാ, ആരെങ്കിലും സത്യം ചെയ്യുന്നു എങ്കിൽ ഫൽയഹ്ലിഫ് ബില്ലാഹ്, അവൻ അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ. ഇനി അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ ശിർക്കാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുമുണ്ട്. തന്നെയുമല്ല, പലരും വൽ കഅബ എന്ന് സത്യം ചെയ്തപ്പോ റസൂല് തിരുത്തി കൊടുത്തിട്ടുണ്ട്, ലാ വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെ സത്യം എന്നതല്ലാതെ ഒരു മഖ്ലൂഖിനെ കൊണ്ടും സത്യം ചെയ്തുകൂടാ. നിങ്ങൾ സത്യം ചെയ്യുന്നുവെങ്കിൽ തന്നെ അത് അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ ചെയ്യാവൂ. മൻ കാന ഹാലിഫാ ഫൽയഹ്ലിഫ് ബില്ലാഹ്, ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അവൻ അല്ലാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യട്ടെ. നിങ്ങൾ ചോദിച്ചില്ലേ ഞങ്ങൾ ഖബറിന്റെ അടുക്കൽ സത്യത്തിന് പോകാറുണ്ടോന്ന്? ഇതാരെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയാ നിങ്ങൾ ചോദിച്ചത്? നിങ്ങൾ മഖ്ബറയിലേക്ക് സത്യത്തിന് വേണ്ടി പോകാറില്ലേ? നിങ്ങളത് പ്രോത്സാഹിപ്പിക്കുന്ന കക്ഷികളല്ലേ? നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ നിന്ന് റിസാല എന്ന് പറയുന്ന നിങ്ങളുടെ മാസികയിൽ നിന്ന് ഞാൻ വായിക്കുന്നു. ഇനി വാസിക എന്നൊരു തെറ്റിപ്പോയെങ്കിൽ വാരികയായാലും വേണ്ടില്ല, എന്തായാലും നിങ്ങളുടെ റിസാലയിൽ നിന്ന് വായിക്കുന്നു. എന്താണ്? ഒരു തങ്ങൾ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുടെ മഹത്വം നിങ്ങൾ എഴുതുന്നു. തങ്ങൾ പള്ളി
തളിപ്പറമ്പിന്റെ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വലുതാണ്. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം മുസ്ലിമീങ്ങളെ. ഈ ഉമ്മത്തിനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇയാൾ ചോദിച്ചില്ലേ, ഞങ്ങൾ ഖബറിന്റെ അടുക്കൽ പോയി സത്യം ചെയ്യാറുണ്ടോ, ഞങ്ങൾക്ക് പരിപാടിയുണ്ടോ എന്ന് ചോദിച്ചില്ലേ? കേട്ടോളൂ. 1945 വരെ തളിപ്പറമ്പ് മുൻസീഫ് കോടതി കേസുകൾ വിധി പറയാൻ തെരഞ്ഞെടുത്തത് ഈ പള്ളിയാണ്. പ്രതിയും ആമീനും അന്യായക്കാരനും പള്ളിമുറ്റത്ത് ചെന്ന് അവിടെ തൂക്കിയിട്ട കല്ലക്കയർ പിടിച്ച് സത്യം ചെയ്യുകയാണ് പതിവ്. ഇതിനു വേണ്ടി ഇവർ 16 പണം 3 രൂപ വീതം നൽകേണ്ടതുണ്ട്. അപ്പൊ ആ തൂക്കിയിട്ട കല്ലക്കയർ പിടിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ കൊടുക്കേണ്ട കൂലി 16 പണം അഥവാ 3 രൂപ. ഇനി മുസ്ഹഫ് തൊട്ടാണ് സത്യം ചെയ്യുന്നതെങ്കിൽ 21 പണവും അഥവാ 4 രൂപ 25 പൈസ. ഇനി മഖാം തുറന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ കേട്ടോളൂ, ശ്രദ്ധിച്ചോ, കല്ലക്കയർ പിടിച്ചാണ് സത്യമെങ്കിൽ 3 റുപ്യയാണ് കൂലി. മുസ്ഹഫ് തൊട്ടാണ് സത്യം ചെയ്യുന്നതെങ്കിൽ 4 രൂപ 25 പൈസയാണ് കൂലിയെങ്കിൽ, മഖാം തുറന്നാണ് സത്യം ചെയ്യുന്നതെങ്കിൽ 20 രൂപ 25 പൈസ കൊടുക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ പേരിലാണോ നിങ്ങളുടെ ഈ സത്യം? നോക്കണം, മുസ്ഹഫ് തൊട്ട് സത്യം ചെയ്യുമ്പോൾ മൂല്യമില്ല, അതിന് കെറും 4.5 ഉറുപ്പികയാണ് വേണ്ടതെങ്കിൽ, മഖാം തുറന്നു സത്യം ചെയ്യുന്നുവെങ്കിൽ 101 പണം അഥവാ 20 രൂപ 25 പൈസ കൊടുക്കേണ്ടതുണ്ട്. പണം കോടതിയാണ് നിശ്ചയിച്ചിരുന്നത്. ഇങ്ങനെ മഖാമുകളിലേക്ക് സത്യത്തിന് പോകുമ്പോ മഖാമിൽ വെച്ച് സത്യം ചെയ്യുന്നതിന് ഖുർആൻ തൊട്ട് സത്യം ചെയ്യുന്നതിനേക്കാളും പണമല്ലേ നിങ്ങൾ വസൂലാക്കുന്നത്? എന്നിട്ടാണോ ഇവിടെ വന്നിട്ട് ഈ ജനങ്ങളോട് ചോദിക്കുന്നത് ഞങ്ങളുണ്ടോ മഖാമുകളിൽ സത്യം ചെയ്യുന്നു? ഇതാരെ കബളിപ്പിക്കാനാണ്? ഇനിയും വായിക്കട്ടെ സുഹൃത്തുക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടല്ലാതെ സത്യം പാടില്ലെന്നല്ലേ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ? അങ്ങനെയല്ലേ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അല്ലാഹുവല്ലേ അവന്റെ ദീൻ നിശ്ചയിച്ചത്, ആ റസൂലുള്ളയല്ലേ അതിന് വ്യാഖ്യാനം പറഞ്ഞത്? അതിലപ്പുറമുള്ള വാദങ്ങൾ കൊണ്ടുവരാൻ ആർക്കാ അധികാരമുള്ളത്? എന്നാ നിങ്ങൾ കേട്ടോളൂ, ഇവരാരുടെയൊക്കെ പേരിലാ സത്യം ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചു കേട്ടോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. മന്ത്രങ്ങൾ നടത്തുമ്പോൾ അമ്പിയാക്കളെയും മലക്കുകളെയും കൊണ്ട് സത്യം ചെയ്തു മന്ത്രിക്കൽ അനുവദനീയമാണെന്ന് ഫതാവൽ ഹദീസിയയിൽ കാണാം. ഇത് സഹാബത്തിന്റെ വാക്കുകളൊന്നുമല്ല കേട്ടോ, ഏതോ പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കിയ ഒരു കിതാബിന്റെ പേര് പറഞ്ഞിട്ടാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നിങ്ങൾ സത്യം ചെയ്യുന്നുവെങ്കിൽ ഫൽയഹ്ലിഫ് ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടേ സത്യം ചെയ്യാവൂ എന്ന് പഠിപ്പിച്ച ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുണ്ടെന്ന് അവകാശപ്പെടുന്നവൻ എഴുതി വിടുകയാണ്, അമ്പിയാക്കളെയും മലക്കുകളെയും കൊണ്ട് സത്യം ചെയ്ത് മന്ത്രിക്കൽ അനുവദനീയമാണെന്ന് മതാബൽ ഹദീസിൽ കാണാം. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വാളിനെയും മൂസാ അലൈഹിസ്സലാമിന്റെ വടിയെയും സുലൈമാൻ നബിയുടെ മോതിരത്തിനെയും പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് ഇമാം സനൂസി ദുആയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ഇത് ഇസ്ലാമാണോ മുസ്ലിയാക്കളെ? ഇത് ദീനാണോ? നിങ്ങൾ ശരിക്ക് പഠിച്ചു വെച്ചോ. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനൊന്ന് വേറെ, ഇവരൊന്ന് പ്രചരിപ്പിക്കുന്ന ദീനൊന്ന് വേറെ. ആരുടെ കയ്യിലാണ് റസൂലും സഹാബത്തും പഠിപ്പിച്ചത്? റസൂല് പറഞ്ഞില്ലേ, മാ അന അലൈഹി വസ്ഹബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊന്നിൽ നിലക്കൊണ്ടോ അതേ വിശ്വാസങ്ങളും ആചാരങ്ങളും ചെയ്യുന്നവർ പരിശോധിച്ചോളൂ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പരിശോധിച്ചോളൂ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ. ഇതാരുടെ കയ്യിലാ ഉള്ളതെന്ന്? റസൂൽ റബ്ബിനെ കൊണ്ടേ സത്യം ചെയ്യാവൂന്ന് പഠിപ്പിച്ചപ്പോ അമ്പിയാക്കളെ കൊണ്ടും വാളുകൊണ്ടും വടികൊണ്ടും മോതിരം കൊണ്ടും മലായിക്കത്തിന്റെ പേരിലുമൊക്കെ സത്യം ചെയ്യാമെന്ന് പഠിപ്പിക്കുന്നത് പുത്തൻ വാദമല്ലേ? ഇത് റസൂല് പഠിപ്പിച്ച ദീനാണോ? എന്റെ പ്രിയപ്പെട്ട നിഷ്പക്ഷരായ ആളുകളൊന്ന് നെഞ്ചത്ത് കൈവച്ചു ചിന്തിച്ചോ.
ഇനി നെഞ്ചത്ത് കൈവെക്കാൻ മറുപക്ഷത്തിൽ ആളുകൾക്ക് മടിയുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളൊന്ന് വയറ്റത്ത് കൈവച്ച് ചിന്തിച്ചാലും വിരോധമില്ല. സ്കാരത്തിൽ നെഞ്ചത്ത് കൈകെട്ടുന്നത് വലിയ പ്രശ്നമായി കാണുന്നുണ്ടല്ലോ ചില ആളുകൾ, ന്യൂനപക്ഷം. അവരിഞ്ഞ് തൽക്കാലം അങ്ങനെ വിരോധം വേണ്ട, വയറ്റത്ത് കൈവച്ചിട്ടെങ്കിലും ഒന്ന് ചിന്തിക്കുക. ഇതല്ലേ ഈ പറയുന്നതല്ലേ സത്യമെന്ന്. ഇനിയും സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾക്ക് ചില ദൃശ്യങ്ങൾ കാണിച്ചു തരാം. അരട്ടക്കപ്പള്ളിയിലെ ആ പള്ളിയിൽ ഒരു കയറ് കാണാം. ദർഗയുടെ മുമ്പിൽ ഒരു കയറ്. ആ കയറ് തൂങ്ങിപ്പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ മുസ്ലിമീങ്ങൾ കൊണ്ടുപോകുന്നില്ലേ? അവരെ അങ്ങോട്ടല്ലേ പോകുന്നത്? പർദ്ദയിട്ടവരും അല്ലാത്തവരുമായ പെണ്ണുങ്ങളും അല്ലാത്തവരുമൊക്കെ ദർഗയിലേക്ക് കയറുന്നു. കണ്ടില്ലേ ഒരു കയറ് തൂങ്ങിക്കിടക്കുന്നത്? കണ്ടില്ലേ തെക്ക് വടക്കായി ഒരു ജാറം കാണുന്നില്ലേ? അതിന്റെ തൊട്ട് മുമ്പിലതാ ഒരു കയറ് തൂങ്ങിക്കിടക്കുന്നു. ആ കയറ് പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാൻ വേണ്ടി സത്യത്തിന് പോകുന്നുവല്ലോ. ഇത് ഇസ്ലാമാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മസ്ജിദുൻ നബവിയുടെ മുമ്പിൽ ഇങ്ങനെ ഒരു കയറ് തൂക്കിയിട്ടിട്ടുണ്ടോ? അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കയറ് തൂക്കിയിട്ടുണ്ടോ? ഇതൊക്കെ ഇവരുണ്ടാക്കിയ പുതിയ ആചാരങ്ങളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ആ ദീനിലേക്ക് എത്രയും വേഗം ചിന്തിച്ചു മടങ്ങുന്നുവെങ്കിൽ അത് ആഖിറത്തിലേക്ക് ഖൈറാണ് മക്കളെ. അതിനുവേണ്ടിയാണ് ഈ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നേരിട്ട് പോയി ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഞാൻ ചോദിച്ചിരുന്നു, മക്കയിലും മദീനയിലുമൊക്കെ നിങ്ങളുടെയൊക്കെ പള്ളികളിൽ കാണുന്നുവല്ലോ, ഇമാമു സലാം വീട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് മഅ്മൂമികളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ ദുആ ചെയ്തുകൊണ്ട് മഅ്മൂമിങ്ങൾ ആമീൻ പറയുന്ന സമ്പ്രദായമുണ്ടല്ലോ. ഇത് മക്കയിലുണ്ടോ? മദീനയിൽ നിന്ന് നടപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂപ്പര് പറയുന്നു, നിങ്ങൾ ഇപ്പൊ അവിടെ നടത്തുന്നില്ല എന്നതല്ലാതെ അതുകൊണ്ട് അവിടെ കൂട്ടുപ്രാർത്ഥനയില്ല എന്ന് നിങ്ങൾ പറയേണ്ടതില്ല. മൂപ്പരോട് ഞാൻ ചോദിച്ചത് മക്കയിലും മദീനയിലും ഉണ്ടോ എന്നാണ്. അപ്പൊ മൂപ്പര് വേഗം കിതാബിലേക്ക് ഓടുന്നു. കിതാബിൽ രക്ഷയുണ്ട് എന്നാ വിചാരിച്ചത്. ഒരു നിലക്കും പറഞ്ഞൊപ്പിക്കാൻ കഴിയുന്നില്ല മക്കയിലെയും മദീനയിലെയും ഇന്നത്തെ സമ്പ്രദായം. അപ്പൊ മൂപ്പര് അഡ്വാൻസ് മുൻകൂറായി ആദ്യം തന്നെ ഒരു ജാമ്യമെടുത്തു. അയാൾ പറഞ്ഞു, എന്ത് ഇന്നവിടെ നടപ്പില്ല എന്നുള്ളത് കൊണ്ട് സംഗതി ശരിയല്ലെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമിയുടെ തുഹ്ഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഇബാറത്ത് അദ്ദേഹം വായിക്കുകയുണ്ടായി. ആ ഇബാറത്ത് ഞങ്ങളും കണ്ടതാണ് പേരോടെ. നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിയുന്നു? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ദുർവ്യാഖ്യാനിക്കാൻ സാധിക്കുന്നു? മൂപ്പര് തന്നെ കാണിച്ചു ഒരു ഇബാറത്ത്. എന്താ അതിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചോ. വയുഅയ്യിദുഹു അന്നൽ ഖുലഫാ അർ-റാഷിദീന വമൻ ബഅദഹും കാനൂ യുസല്ലൂന ബിമിഹ്റാബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഅറഫ് അൻ അഹദിൻ മിൻഹും ഖിലാഫു മാ ഉരിഫ മിൻഹു എന്ന് പറഞ്ഞുകൊണ്ട് തുഹ്ഫയിലെ ഒരു ഇബാറത്ത് കാണിക്കുകയുണ്ടായി. കേട്ടാൽ എന്താ ജനങ്ങൾ വിചാരിക്കുകയെന്നോ, മക്കത്തും മദീനത്തുമൊക്കെ മുമ്പേ കൂട്ടുപ്രാർത്ഥന നടന്നിരുന്നു എന്ന് കബളിപ്പിക്കാൻ അല്ലേ നിങ്ങൾ ഈ ഇബാറത്ത് വായിച്ചത്. ഞാൻ എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് വേണ്ടി എന്താണ് അതിന്റെ ആശയം എന്നൊന്ന് ചുരുക്കി പറയാം. മക്കയിലും മദീനയിലും നിസ്കാരം കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നാണ് തുഹ്ഫ ആദ്യം പറയുന്നത്. തുഹ്ഫയിൽ ഈ പറയുന്ന ഇയാൾ കാണിച്ച എന്ന് പറയുന്ന ഇബാറത്ത് തുടങ്ങുന്നതിന്റെ മുകളിലെ വരിയിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്ന ആശയം ഒന്ന് കേൾപ്പിക്കട്ടെ. എന്താണ് അവിടെ പറയുന്നതെന്നോ, ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുമ്പോ സലാം വീട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഇമാമിന് ശ്രേഷ്ഠമായത് എന്ന് ആദ്യമേ പറഞ്ഞു കൊണ്ടുവരുന്നു. അതൊന്ന് കേൾപ്പിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ആളുകളൊന്ന് ശ്രദ്ധിച്ചോ. അറബി അറിയാവുന്ന ആളുകൾക്കും മനസ്സിലാകും, അല്ലാത്തവർക്ക് ഇനി പറയുമ്പോഴും തിരിയുമല്ലോ. വൽ അഫ്ദലു ലിൽ ഇമാം إذا سلم أن يقوم من مصلاه عقب سلامه إذا لم يكن خلفه نساء. ഇബ്നു ഹജറുൽ ഹൈതമി രേഖപ്പെടുത്തുന്നു, വല്ലഫ്ദലു ലിൽ ഇമാമി, ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം ഇദാ സല്ലമ, ഇമാം സലാം വീട്ടിക്കഴിഞ്ഞാൽ
ഇമാമിന് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം എന്താണെന്നോ? അൻ യഖൂമ, അയാൾ എഴുന്നേറ്റ് പോകലാണ്. മിൻ മുസല്ലാ, അയാൾ നിസ്കരിച്ച സ്ഥാനത്ത് നിന്ന് അയാൾ എഴുന്നേറ്റ് പോകലാണ് ഏറ്റവും നല്ലത്. ഇത് ഫിഖ്ഹിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. നിസ്കരിച്ച സ്ഥലം അയാൾ വിട്ടുപിരിഞ്ഞു പോകണം. അഖിബ സലാമിഹി. ഇനി ചോദിക്കണ്ട എന്നോട്, മൗലവി നിങ്ങൾക്ക് യഖൂമയുടെ അർത്ഥം തിരിഞ്ഞിട്ടില്ല. യഖൂമ എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോകണം എന്നെവിടെയാ മൗലവി ഉള്ളത്? എഴുന്നേറ്റ് അവിടെ തന്നെ നിൽക്കണം എന്നാണ് അർത്ഥമെന്നൊന്നും ഇനി പറഞ്ഞ് ഞാനൊരു ഫുള്ള് മൊയിലേരാണ്, നിങ്ങളൊക്കെ അരബുസ്ലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. അത് പറയുമ്പോ മറ്റു ഇബാറത്തുകളും നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്താ അതിന്റെ ഉദ്ദേശമെന്ന് അപ്പൊ തിരിയുമല്ലോ. പറയട്ടെ, അൻ യഖൂമ മിൻ മുസല്ലാഹു, നിസ്കാരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകല, നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകലാണ് ഏറ്റവും നല്ലത്. എപ്പോ? അഖിബ സലാമിഹി, സലാം വീട്ടിയ ഉടനെ. എപ്പോ? ഇദാ ലം യകുൻ ഖൽഫഹു നിസാ, ഇതാ കിട്ടിയിരിക്കുന്നു ജനങ്ങളെ, പേരോട് വായിച്ചാതെ കിതാബിന്റെ തന്നെ മുകൾ ഭാഗത്ത് നിന്ന് ഒരൊറ്റ വെടിക്കിതാ 2 പക്ഷിയെ പിടികൂടിയിരിക്കുന്നു. ഒന്ന് പേരോട് വായിച്ചതിന്റെ മുകളിൽ ഇമാം നിസ്കാരം കഴിഞ്ഞാൽ മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് പോകലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ എന്നാ പറയുന്നത്. പിന്നിൽ സ്ത്രീകളില്ലെങ്കിൽ അപ്പൊ ഇമാമിന്റെ പിന്നിൽ നിസ്കാരത്തിന് വരുന്നവരിൽ പെണ്ണുങ്ങളും ഉണ്ടെന്ന് കിട്ടിപ്പോയി. പെണ്ണുങ്ങളും ഉണ്ട് പേരോടെ, കൂട്ടപ്രാർത്ഥനയും ഇല്ല പേരോടെ. എഴുന്നേൽക്കണം എന്നും കിട്ടി, പെണ്ണ് വന്നിരുന്നു എന്നും കിട്ടിയില്ലേ? അത് വായിച്ചിട്ടാ പിന്നെ പറയുന്നതെന്ത്? അത് പറഞ്ഞതിന്റെ ശേഷമാണെന്ത്? ഇനി അതൊരാൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, അഥവാ ഇമാം അങ്ങനെ എഴുന്നേറ്റ് പോകാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ, പിന്നെ ഫസ്സുന്നത്തു ലഹു, എങ്കിൽ പിന്നെ അയാൾക്ക് ഈ അഫ്ദലായ കാര്യം ഒഴിവാക്കിയാൽ പിന്നെ അയാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എങ്ങനെ? അയാള് വലതുഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കലാണ്. വലതുഭാഗം മഅ്മൂമീങ്ങളുടെ നേരെ, അല്ലേ? അപ്പൊ അവിടെ പറയുന്നു വലൗബിൽ മസ്ജിദിൻ നബവി, അത് മദീനത്തെ പള്ളിയിലാണെങ്കിലും അങ്ങനെ തന്നെയാ വേണ്ടത്. കാരണം എന്തെന്നല്ലേ അങ്ങനെ പറയാൻ കാരണം? മദീനത്തെ പള്ളിയിൽ ഇമാമ് മഅ്മൂമീങ്ങളെ വലതുഭാഗത്താക്കിയിട്ട് അങ്ങനെ വലതുഭാഗം മഅ്മൂമീങ്ങളുടെ നേരെയാക്കി തിരിഞ്ഞിരിക്കുമ്പോ ഒരു സംശയം അവിടെ വരുന്നുണ്ട്. എന്താണെന്നോ? ഇമാമിന്റെ ബാക്ക് ഭാഗം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറുള്ള ഭാഗത്തേക്കായി പോകില്ലേ? അതുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോ ഇങ്ങനെ ഇരിക്കണോ എന്നൊരു ചർച്ചയുണ്ട് കിതാബില്. അതുകൊണ്ടാ ഇതിൽ പറഞ്ഞത് മസ്ജിദുൻ നബവിയിലാണെങ്കിലും അങ്ങനെ ഇസ്തിദ്ബാർ ആ നിലക്ക് പിന്നിട്ടിരിക്കുന്നതിൽ തെറ്റില്ല എന്നിട്ട് പറഞ്ഞ വാചകമാണ് പേരോട് ഇവിടെ വായിച്ചിട്ടുള്ളത്. എന്തേ അങ്ങനെ പറയാൻ കാരണം? വയുഅയ്യിദുഹു, ഇപ്പറഞ്ഞ കാര്യത്തെ ശക്തിപ്പെടുത്തുന്നു. അന്നൽ ഖുലഫാ അർ-റാഷിദീൻ, ഖുലഫാ ഉർ-റാഷിദീങ്ങളായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഖലീഫമാരും വമൻ ബഅദഹും, അവർക്ക് ശേഷം വന്നിട്ടുള്ള ആളുകളും കാനൂ, അവരായിരുന്നു യുസല്ലൂന ബിമിഹ്റാബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മിഹ്റാബിൽ തന്നെയാണ് അവർ നിസ്കരിച്ചത്. വലം യുഅറഫ് അൻ അഹദിൻ മിൻഹും ഖിലാഫ് മാ ഉരിഫ മിൻഹു, ഈ അറിയപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് വിപരീതമായി ഒരു കാര്യവും അവരിൽ നിന്ന് ഒരാളിൽ നിന്നും അറിയപ്പെട്ടിട്ടില്ല കേട്ടോ. ഈ ഇബാറത്തിൽ എവിടെയാണ് മിസ്റ്റർ പേരോട് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ വായിച്ച ഈ ഇബാറത്തിൽ വിനയത്തോടെ ചോദിക്കട്ടെ, നിങ്ങൾ ഈ വായിച്ച ഇബാറത്തിൽ മക്കയിലും മദീനയിലും ഒക്കെ ഇമാമുമാര് നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്ന് കൂട്ടുപ്രാർത്ഥന നടത്തിയിരുന്നു എന്ന് തുഹ്ഫയിലെ ഇബാറത്തിൽ എവിടെയാണുള്ളത്? തുഹ്ഫയിലെ ഇബാറത്തിൽ പറഞ്ഞത് കൂട്ടുപ്രാർത്ഥനയാണോ? തുഹ്ഫയിലെ ഇബാറത്തിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണിച്ചല്ലോ ഒരു ഇബാറത്ത്, നിങ്ങൾ അടിവരയിട്ടുകൊണ്ട് കാണിച്ച ഇബാറത്തിൽ ആ ഇമാമിങ്ങൾ നിസ്കാരശേഷം തിരിഞ്ഞിരുന്നിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തലായിരുന്നു എന്ന ഒരു വാചകം തുഹ്ഫയിലില്ലേ മുസ്ലിയാക്കളെ? അതില്ലേ? ഇല്ല, അങ്ങനെയില്ല. നിങ്ങൾ വെറുതെ പറഞ്ഞതാണ് എന്ന് കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും സുഹൃത്തുക്കളെ, നമുക്ക് ധാരാളം പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതായി കാണാമല്ലോ. ഷാഫി ഇമാമിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കണ്ടോ? ഖാല ശാഫിഈ വൽ അസ്ഹാബു റഹിമഹുമുല്ലാഹു തആല. ശരിക്കും പഠിച്ചോ?
ഷാഫി ഇമാമും അദ്ദേഹത്തിന്റെ അനുയായികളുമൊക്കെ പറയുന്നു, യുസ്തഹബ്ബുലിൽ ഇമാമി, ഇമാമിന് ഏറ്റവും നല്ലതാണ്, സുന്നത്താക്കപ്പെടും, ഇദാ സല്ലമ, സലാം വീട്ടിക്കഴിഞ്ഞാൽ, അൻ യഖൂമ മിൻ മുസല്ലാഹു, നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോകൽ, അഖിബ സലാമിഹി, സലാം വീട്ടിയ ഉടനെ, ഇദാ ലം യകുൻ ഖൽഫഹു നിസാഉൻ, അദ്ദേഹത്തിന്റെ ബാക്കിൽ പെണ്ണുങ്ങളില്ലെങ്കിൽ എന്ന് പറയാത്ത ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ ഏതാണ് സുഹൃത്തുക്കളെ? അപ്പൊ നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കിതാബ് കാണിച്ചു പറ്റിച്ചതല്ലേ? തുഹ്ഫയിൽ അങ്ങനെയുണ്ടോ? മദീനത്തും മക്കത്തുമൊക്കെ ഇമാമുമാര് തിരിഞ്ഞിരുന്നിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തലായിരുന്നു പതിവെന്ന് നിങ്ങൾ കാണിച്ച തുഹ്ഫയിൽ ഇല്ല എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ നിങ്ങൾ ഇവിടെ പറയാൻ ശ്രമിച്ചുവെന്ന് അല്ലാഹുവിന്റെ റസൂല് അങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് കൂട്ടുപ്രാർത്ഥന നടത്തി എന്നുള്ളതിന് നിങ്ങൾ സയ്യിദ് സുംഹൂദിയുടെ ഒരു ഗ്രന്ഥത്തിൽ നിന്നാണ് നിങ്ങൾ വായിച്ചത്. അത് പറയട്ടെ, സ്വല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫജ്റ, അല്ലാഹുവിന്റെ റസൂൽ ഫജ്ർ നിസ്കരിച്ചു. വഫാഉൽ വഫാ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ഇബാറത്ത് നിങ്ങൾ വായിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഫജ്ർ നിസ്കരിച്ചു. സുമ്മ അഖ്ബല അലൽ ഖൗമി, ശ്രദ്ധിക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, പിന്നീട് റസൂൽ ജനങ്ങളിലേക്ക് തിരിഞ്ഞു. ഫഖാല, എന്നിട്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനതിനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ വസാഇനാ. റസൂൽ തിരിഞ്ഞിരുന്നിട്ട്, പടച്ചവനേ റബ്ബേ, ഞങ്ങളുടെ മദീനത്തിന് നീ ബർക്കത്ത് ചൊരിയണേ, ഞങ്ങളുടെ മുദ്ദിലും സായിലുമൊക്കെ നീ ബർക്കത്ത് ചൊരിയണേ എന്ന് റസൂൽ പ്രാർത്ഥിച്ചു. ആയിക്കോട്ടെ, അത് സമ്മതിച്ചു തരാം. അതിലെവിടെയാണ് റസൂൽ തിരിഞ്ഞിരുന്ന് കൂട്ടമായി പ്രാർത്ഥിച്ചുവെന്നും മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞു എന്നുമുണ്ടോ? അപ്പൊ ഇനി നിങ്ങൾക്ക് പറയാനുണ്ടാവുക കൂട്ടപ്രാർത്ഥനയുടെ ശൈലിയല്ലേ ആ ഹദീസിലുള്ളത്? അല്ലാഹുമ്മ ബാരിക് ലനാ, ഞങ്ങൾക്ക് ബർക്കത്ത് തരണേ എന്ന് ഞങ്ങൾക്ക് അതിലുള്ളത് കൊണ്ട് അത് അവർ ഉറക്കെ ആമീൻ പറഞ്ഞു എന്നതിന് പിന്നെ വേറെ തെളിവ് വേണ്ട എന്നാണെങ്കിൽ വിനയത്തോടുകൂടി ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തവണ ബഹുവചന പദയോഗം കൊണ്ട് നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിക്കാറുണ്ട്? നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ നാ എന്ന പദങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാറില്ലേ? ഉദാഹരണത്തിന് ഒരൊറ്റൊന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. ബാങ്ക് വിളിച്ചു കഴിയുമ്പോ ബാങ്ക് വിളിക്കുന്നവൻ പറയുന്ന അതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശേഷം റസൂലുള്ളാഹിയുടെ പേരിൽ സ്വലാത്തും ചൊല്ലിയിട്ട് പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നിങ്ങളുടെ വകയായി തന്നെ ഒരു വാചകം നിങ്ങൾ പറയാറില്ലേ? വർസുഖ്നാ ശഫാഅതഹു, ആ റസൂലിന്റെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് നൽകണം റബ്ബേ. വർസുഖ്നാ എന്ന് നിങ്ങൾ ഒറ്റക്ക് പറയുമ്പോ, വർസുഖ്നാ എന്ന് നിങ്ങൾ ഒറ്റക്ക് പറയുമ്പോ എത്ര പേരാ നിങ്ങളുടെ കൂടെ ആമീൻ പറയാറുള്ളത്? അപ്പൊ വർസുഖ്നാ എന്ന് കണ്ടതുകൊണ്ട് അവിടെയൊക്കെ കൂട്ടപ്രാർത്ഥനയാണെന്നും ആമീൻ ചൊല്ലിയിട്ടുണ്ടെന്നെങ്കിലും തെളിവാക്കുകയാണെങ്കിൽ അത് തെളിവിന് പോരല്ലോ. തന്നെയുമല്ല, നിങ്ങൾ യാത്ര പോകുമ്പോ വാഹനത്തിലേറി കഴിയുമ്പോ റസൂലുള്ളാഹി ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന. അതിലെന്താ പറയാറുള്ളത്? നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ? ഒറ്റക്കാണെങ്കിലും പറയാറില്ലേ? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ, ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു വൽ ബിർറ വത്തഖ്വ. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ, ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി തരണേ സഫറനാ, ഞങ്ങളുടെ ഈ യാത്ര. വത്വി അന്നാ, ഞങ്ങൾക്ക് നീ ചുരുക്കി തരണേ ബുഅദഹു, യാത്രയുടെ ദൈർഘ്യത്തെ, ഈ ദൂരദൈർഘ്യത്തെ നീ ചുരുക്കണേ എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ ബഹുവചനം കൊണ്ട് പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് ബഹുവചനം പ്രയോഗിച്ചിടത്തൊക്കെ കൂട്ടപ്രാർത്ഥനയാണെന്ന് ധരിക്കേണ്ടതില്ല. അത് വാചകം കേൾക്കുന്നിടത്തൊക്കെ ആമീൻ പറയാൻ ആളുണ്ടെന്നും പറയാറില്ല. അതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോ വർസുഖ്നാ ശഫാഅതഹു എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ, അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആയിൽ വന്നിട്ടില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന വാചകം അങ്ങനെയല്ലേ? അവിടെ നിങ്ങൾ പറയുമ്പോ എത്ര പേരാ ആമീൻ പറയാറുള്ളത്? അത് നിങ്ങൾ കൂട്ടപ്രാർത്ഥനയായിട്ട് പറയാറുമില്ലല്ലോ. അതുകൊണ്ടാ ഓർമ്മപ്പെടുത്തിയത്. ഇനി സുഹൃത്തുക്കളെ, ഇവിടെ ഒരു വലിയ വഞ്ചന കാണിച്ചു. എന്താ വഞ്ചന എന്നറിയോ? അല്ലാ, എന്താ വെല്ലുവിളി, പെരും വെല്ലുവിളി. നമ്മൾ വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് പറയണമെന്നുണ്ടെങ്കിൽ ഇല്ലാതെയാണ് പറയോ? എന്നാ ഒന്ന് നോക്ക. എന്താ മൂപ്പര് പറഞ്ഞറിയോ? നിങ്ങളുടെ നേതാവ് ഇബ്നുൽ ഖയ്യിം, അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ, ആ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിൽ ഒരു ഉദ്ധരണി വന്നിട്ടുണ്ട് പോലും. എന്താണ് അതിൽ പറയുന്നത്? സാദുൽ മആദിൽ വന്നിട്ടുള്ള ഉദ്ധരണി എന്താ വായിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്,
എന്താ പറഞ്ഞിട്ടുള്ളത്? ലാ യഉമ്മു അബ്ദുൻ ഖൗമാ ഫയഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും ഫഇൻ ഫഅല ഫഖദ് ഖാനഹും. ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോ, ഒരാളും തന്നെ ഇമാമത്ത് നിൽക്കുന്നില്ല. ഒരു ജനതയ്ക്ക് വേണ്ടി ഒരാൾ ഇമാമത്ത് നിൽക്കുന്നു, എന്നിട്ട് ഫയഖുസ്സു നഫ്സഹു, അയാൾ തന്റെ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. ബിദഅവത്തിൻ യഖുസ്സു നഫ്സഹു ബിദഅവത്തിൻ ദൂനഹും, മഅ്മൂമീങ്ങളെ കൂടാതെ തന്റെ കാര്യം മാത്രം ഒരു ഇമാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ഇമാം ചെയ്യുന്നുവെങ്കിൽ ഫഖദ് ഖാനഹും, ആ ഇമാം മഅ്മൂമീങ്ങളെ വഞ്ചിച്ചവനാണ്. ഇത് വായിച്ചിട്ട് പേരോട് ചോദിക്കുന്നു, നാദാപുരത്ത് മാർക്കറ്റിലെ പള്ളിയിലെ ഇമാം വഞ്ചകനല്ലേ? സർവ മുജാഹിദിന്റെ പള്ളിയിലെ ഇമാമീങ്ങളും വഞ്ചകന്മാരല്ലേ? എന്തേ ഇയാൾ ഇങ്ങനെ ചോദിക്കാൻ കാരണം? ഇയാൾ ഇവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്താണെന്നോ, ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലും. എന്ത്? നിസ്കാരത്തിന്റെ ശേഷം, ആ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുമ്പോ തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവൻ വഞ്ചകനാണ്. മഅ്മൂമീങ്ങളുടെ കാര്യവും പറഞ്ഞുകൊണ്ട് മഅ്മൂമീങ്ങളെ കൂടി ആ ദുആയിൽ പങ്കുചേർക്കാത്തവൻ, അവരെ കൂടി അതിൽ ഷെയർ ചേർത്തിട്ടില്ലെങ്കിൽ, അവർക്ക് വേണ്ടി കൂടി ദുആ ചെയ്തിട്ടില്ലെങ്കിൽ വഞ്ചകന്മാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കിതാബ് ഉയർത്തി കാണിച്ചിട്ട് വെല്ലുവിളിക്കുന്ന ഒരു രംഗമുണ്ട്. എന്താ അതിലെ വിഷയമെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ. ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദിൽ ഈ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനയെ കുറിച്ചല്ല. അതെന്റെ ബഹുമാന്യ ശ്രോതാക്കൾ ആദ്യം പഠിച്ചു വെച്ചോ. ഏത് അധ്യായത്തിലാ മഹാനവറുകൾ ഈ ഉദ്ധരണി കൊടുത്തിരുന്നോ? ഇബ്നുൽ ഖയ്യിമിന്റെ സാദുൽ മആദ് കണ്ടവര് തന്നെയാണ് ഞങ്ങൾ. നിങ്ങൾ എന്തേ വിചാരിച്ചത്? നിങ്ങൾ സാദുൽ മആദ് ഞങ്ങൾ കാണില്ലെന്ന് വിചാരിച്ചോ? സാദുൽ മആദിൽ ഏത് അധ്യായത്തിലാ മുസ്ലിയാരെ അത് കൊടുത്തത്? നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ ദുആകളെ കുറിച്ചോ, നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആകളെ സംബന്ധിച്ചാണോ ചോദിച്ചത്? ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഉണ്ടേ മുസ്ലിയാക്കളെ, ഉണ്ടേ മുസ്ലിയാക്കളെ.